ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കാം. സോ എന്താണ് ചോദ്യം? എന്താ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു. മോഹൻ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്കിംഗ് 7 days, വർക്കിംഗ് 9 hours എ ഡേ. ഒരു ദിവസം 9 മണിക്കൂർ വെച്ച് മോഹന് ഒരു ജോലി തീർക്കാൻ 7 ദിവസം വേണം. അതുപോലെ ശ്യാമിന് ക്യാൻ ഡു ദ സെയിം വർക്ക്, അതേ ജോലി ക്യാൻ ഡു ഇൻ 6 days, വർക്കിംഗ് 7 hours എ ഡേ. ഒരു ദിവസം 7 മണിക്കൂറും കൊണ്ട് ഒരു ദിവസം 7 മണിക്കൂർ ജോലി ചെയ്താൽ ശ്യാമിന് 6 ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കാം. അങ്ങനെയെങ്കിൽ ഹൗ ലോങ് വിൽ ദേ ടേക്ക് ടു കംപ്ലീറ്റ് ദ ജോബ് വർക്കിംഗ് ടുഗദർ? ഒന്നിച്ച് രണ്ടുപേരും കൂടെ, ശ്യാമും മോഹനും ഒന്നിച്ച് ജോലി ചെയ്താൽ എത്ര സമയമെടുത്ത് അവർ ആ ജോലി കംപ്ലീറ്റ് ചെയ്യും? ആൻഡ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അവർ ഒരു ദിവസം 8 to 5 hours ആയിരിക്കും ജോലി എടുക്കുക. അങ്ങനെയെങ്കിൽ എത്ര ഡേയ്സ് അവർ എടുക്കും? ഇതാണ് ചോദ്യം. സോ എന്ത് ചെയ്യാം? ഫസ്റ്റ് നമുക്ക് എന്തറിയണം? ഇവിടെയുള്ള ആ ടോട്ടൽ വർക്ക് എത്രയാണെന്ന് അറിയണം അല്ലേ? സോ ആ ടോട്ടൽ വർക്ക് അറിയാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? സെലക്ട്. അപ്പൊ നമ്മള് ഓർക്കുക, നമ്മൾ പഠിച്ചായിരുന്നല്ലേ, വർക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ ഒന്നെങ്കിൽ തന്നിരിക്കുന്ന എഫിഷ്യൻസി ഇൻറ്റു ടൈം. തന്നിരിക്കുന്ന എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാനുള്ള അവരുടെ കഴിവ്. ആ എഫിഷ്യൻസി ഇൻറ്റു ടൈം, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് LCM ഓഫ് ടൈം ഗിവൺ ആണ്. ഓക്കെ, ഇത് ഏതെങ്കിലും ഒന്ന് വെച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം. സോ ഇവിടെ നമുക്ക് നോക്കാം. ആദ്യം മോഹൻ എത്ര ദിവസം ജോലി ചെയ്യുമെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ മോഹൻ ഒരു ദിവസം 9 മണിക്കൂറാണ് ജോലി ചെയ്യുന്നത് അല്ലെ? ഒരു ദിവസം 9 മണിക്കൂർ. അങ്ങനെ ഒരു ദിവസം 9 മണിക്കൂർ വെച്ചിട്ട് മോഹൻ 7 ദിവസം കൊണ്ട് എത്ര ജോലി ചെയ്യും, എത്ര മണിക്കൂർ പണിയെടുക്കും എന്ന് ചോദിച്ചാൽ ഹി വർക്ക്സ് ഫോർ 63 hours അല്ലെ? ഒരു ദിവസം 9 മണിക്കൂർ, അങ്ങനെ 7 ദിവസം കൊണ്ട് 63 മണിക്കൂറാണ് മോഹൻ വർക്ക് ചെയ്യുക. അതുപോലെ ശ്യാം ആണെങ്കിലോ, ശ്യാം 7 മണിക്കൂർ വെച്ചിട്ട് 6 ദിവസം പണിയെടുക്കും അല്ലേ? ഒരു ദിവസം 7 മണിക്കൂർ, അങ്ങനെ 6 ദിവസം പണിയെടുക്കുമ്പോൾ മൊത്തത്തിൽ ശ്യാം എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ്? 7 into 6 42 hours ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് സമയം കിട്ടി, 63 മണിക്കൂറും 42 മണിക്കൂറും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ടോട്ടൽ വർക്ക് എത്രയുണ്ട് അല്ലെ? രണ്ടുപേരും സെയിം വർക്കാണ് ചെയ്യുന്നത്. സോ ഇനി അടുത്ത് നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ടോട്ടൽ വർക്ക് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം അല്ലെ? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് തന്നിരിക്കുന്ന സമയം തന്നിട്ടുണ്ട് അല്ലെ? സോ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് വർക്ക് ഈസ് ഈക്വൽ ടു ദി LCM ഓഫ് ടൈം ഗിവൺ. ഓക്കെ, അപ്പം 63യും 42 ഇവരുടെ LCM നമുക്ക് എടുക്കാം. ഇവിടെ LCM എടുക്കുമ്പോൾ എങ്ങനെ വരും? 63യും 42. ഇത് 7 കൊണ്ട് വെട്ടാം അല്ലേ? അപ്പം 9ഉം 6ഉം 3 കൊണ്ട് വെട്ടിയാല് 3ഉം 2ഉം. ഓക്കെ, അപ്പൊ എന്തായി? 3 into 3 9 ആയി, 9 into 2 18 ആയി, 18 into 7 126. അപ്പൊ ഇവരുടെ LCM എന്ന് പറയുന്നത് 126 ആണ്. ഓക്കെ, അതായത് ടോട്ടൽ വർക്ക് ഡൺ. അപ്പോൾ നമ്മുടെ ഇവിടെ മൊത്തത്തിലുള്ള ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 126 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് മോഹന്റെ, ഇത് ശ്യാം. ഇനി നമുക്ക് ഇവരുടെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ? ഒന്നെങ്കിൽ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ, ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ മോഹന്റെ കണ്ടുപിടിക്കാൻ, ഒന്നെങ്കിൽ ഈ 126 ഡിവൈഡ് ബൈ മോഹന്റെ സമയം 63 ഡിവൈഡ് ചെയ്താൽ അയാളുടെ എഫിഷ്യൻസി കിട്ടും. അതുപോലെ തന്നെ ശ്യാമിന്റെ കിട്ടാൻ 126 ഡിവൈഡ് ബൈ 42 ചെയ്താൽ അയാളുടെ എഫിഷ്യൻസി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? നമ്മൾ പറഞ്ഞിരുന്നു എഫിഷ്യൻസി കാണാൻ തന്നിരിക്കുന്ന സമയങ്ങളെ അവരുടെ സിംപ്ലസ്റ്റ് റേഷ്യോയിലാക്കുക അല്ലെ? ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. 7 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇത് 9 ആയി, ഇത് 6 ആയി. എഗെയിൻ കട്ട് ചെയ്യാം അല്ലെ? 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇത് 3, ഇത് 2. ഓക്കെ, തന്നിരിക്കുന്ന സമയത്തിന് അതിന്റെ സിംപ്ലസ്റ്റ് റേഷ്യോയിലോട്ട് ആക്കിയിട്ട് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ എന്തായിരിക്കണം? ഇതിനെ തിരിച്ചിടണം. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഇത് സമയത്തിന്റെ റേഷ്യോ ആണ് കേട്ടോ. ഈ ടൈമിന്റെ റേഷ്യോ 3:2 ആണെങ്കിൽ അവർ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2:3 ആയിരിക്കും. അതായത് ടൈമിന്റെ റേഷ്യോനെ നേരെ തിരിച്ചിട്ടാൽ എഫിഷ്യൻസി ആയി. ഓക്കെ, സോ മോഹന്റെ എഫിഷ്യൻസി 2ഉം ശ്യാമിന്റെ എഫിഷ്യൻസി 3 വരും. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇനി ടോട്ടൽ വർക്ക്, ടോട്ടൽ ടൈം ടേക്കൺ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം ടോട്ടൽ എഫിഷ്യൻസി എന്താണ്. ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ രണ്ടുപേരെയും കൂടെ എഫിഷ്യൻസി കിട്ടിയാൽ മതി അല്ലേ?
then total time data. Total time നമുക്കറിയാം ടൈം ഇസ് ഈക്വൽ ടു വർക്ക് ഇസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണ്. അങ്ങനെയെങ്കിൽ ടൈം ഇസ് ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി ആണ്. അതുപോലെ തന്നെയാണ് ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ എഫിഷ്യൻസി. ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് എത്രയാണ് അല്ലേ 126 ഡിവൈഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി 5 ഫ്രാക്ഷനിൽ കിടക്കട്ടെ. ഈ കിട്ടുന്നത് നമ്മൾ മണിക്കൂറിലാണ് ചെയ്തു തരുന്നത്. അതായത് 126/5 അവേഴ്സ് ആണ്. ഈ ടോട്ടൽ ടൈം നമുക്ക് അവേഴ്സിലാണ് കിട്ടിയത്. കാരണം നമ്മൾ ഇനിഷ്യലി എല്ലാം അവേഴ്സിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഈ കിട്ടിയിരിക്കുന്ന സമയം അവേഴ്സിലാണ്. സോ നമ്മുടെ ഓപ്ഷനിൽ നോക്കുക ഡേയ്സ് ആണ് അല്ലേ, ഡേയ്സിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി, എന്ത് ചെയ്താൽ മതി, ഈ തന്നിരിക്കുന്നതിനെ ഡേയ്സിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതിന് ഒരു ദിവസം ടോട്ടൽ 126/5 ആണ്. ഒരു ദിവസം അവർ വർക്ക് ചെയ്യുന്നത് 8 2/5 അവേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അത് നമുക്കൊന്ന് മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം. 8 × 5 40 അല്ലേ, 40 + 2 42/5. പിന്നെ ഇതുകൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്താൽ മതി. 42/5 ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും, സിംപ്ലി 126/5 × 5/42 അല്ലേ. ഇതും ക്യാൻസലാവും. 42 ഇത് 3 കൊണ്ട് ക്യാൻസലാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 days എന്ന് വരും. ഓക്കെ, സിംപ്ലി നമ്മൾ എന്ത് ചെയ്തു, ടോട്ടൽ വർക്ക് എന്താണെന്ന് കണ്ടുപിടിച്ചു LCM വെച്ചിട്ട്. ടോട്ടൽ എഫിഷ്യൻസി അതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ആൻഡ് നമുക്ക് എഫിഷ്യൻസിയും വർക്കും ഉണ്ടെങ്കിൽ ടോട്ടൽ ടൈം കണ്ടുപിടിച്ചൂടെ, ടോട്ടൽ ടൈം കണ്ടുപിടിക്കാം അല്ലേ. അങ്ങനെ ടോട്ടൽ ടൈം ഇനിഷ്യലി നമ്മൾ എല്ലാ അവേഴ്സിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഈ കിട്ടുന്നതും അവേഴ്സിലായിരിക്കും കിട്ടുന്നുണ്ടാവുക. ആൻഡ് പിന്നെ നമുക്ക് ഡേയ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇവിടെ നമുക്ക് ഒരു ദിവസം അവര് 8 2/5 അവേഴ്സ് വെച്ച് വർക്ക് ചെയ്യും എന്ന് പറയുന്നുണ്ട്. സോ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നമ്മുടെ ടോട്ടൽ ടൈമിനെ ഒരു ദിവസത്തെ ടൈമും കൊണ്ട് എന്ത് ചെയ്താൽ മതി, ഒന്ന് ഡിവൈഡ് ചെയ്താൽ മതി. ഈ 42/5 എങ്ങനെ വന്നത്, 8 2/5 എന്ന മിക്സഡ് ഫ്രാക്ഷനെ ഒന്ന് ഇംപ്രോപ്പർ ആക്കിയതാ. 8 × 5 40, ഇതിന് ഇൻറ്റു ചെയ്യാം +2, അതാണ് 42/5. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ, ഓക്കെ ആണോ? ആൻസർ 3 days എന്ന് വരും. ഓക്കെ ആണോ? സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് ഇതിന് ആൻസർ വരിക? ഇതും എഗെയിൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. സോ എന്താ ഇതിന് ആൻസർ വരിക? സി, ഇവിടെ എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്, എ സം ഓഫ് മണി. സം ഓഫ് മണി എന്ന് പറയുന്നത് എപ്പോഴും പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് അല്ലേ. ആ സം ഓഫ് മണി വാസ് പുട്ട് അറ്റ് എ സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് എ സർട്ടൺ റേറ്റ്. ഇത്ര ശതമാനത്തേക്കാണ് ഇട്ടത് ഫോർ 3 years. ടൈം പീരീഡും തന്നിട്ടുണ്ട് ഫോർ 3 years. Then had it been put at 1% higher rate, it would have fetched 5,100 more. Find the sum. അങ്ങനെയെങ്കിൽ ആ പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അതായത് ഇത്രയേ ഉള്ളൂ, ഒരു സർട്ടൺ എമൗണ്ട്, അതായത് ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് ഒരു സർട്ടൺ റേറ്റില് 3 വർഷത്തേക്ക് ടൈം പീരീഡ് 3 വർഷത്തേക്ക് ഓക്കെ 3 വർഷത്തേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് ഇട്ടത്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇഫ് ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 1% കൂടി, ഇഫ് ഇത് ആദ്യത്തെ കേസ്, രണ്ടാമത്തെ കേസ് ഇഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇതേ എമൗണ്ട് റേറ്റ് എന്തായി 1% കൂടി, റേറ്റ് 1% ഇൻക്രീസ് ചെയ്തു. ഇതേ ടൈം പീരീഡ് തന്നെയാണ് 3 വർഷത്തേക്ക് 1% കൂടിയപ്പം ഇവിടെ നമുക്ക് എന്താണ് അധികമായിട്ട് ഒരു 5,100 രൂപ കിട്ടി. അധികമായിട്ട് 5,100 രൂപ കിട്ടി. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിലൊക്കെ അധികം വരുന്ന ആൾ എന്ത് തന്നെയായിരിക്കും, അവിടുത്തെ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓക്കെ, അധികം വരുന്ന ആൾ എപ്പോഴും അവിടുത്തെ ഇൻട്രസ്റ്റ് ആയിരിക്കും. അതായത് ഈ 1% അധികം വന്ന ഈ 1% കൊണ്ടു തന്ന ആളാണ് എന്ത്, ഈ 5,100 എന്ന് പറഞ്ഞത്. സോ ഈ 5,100ന്റെ എത്ര എമൗണ്ടിന്റെ 1% ഈ 5,100 എന്ന് കണ്ടുപിടിച്ചാൽ മതി. അതായത് സിംപ്ലി നമുക്കറിയാം അല്ലെ, സിംപ്ലി ഇത്ര ചെയ്താൽ മതി. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം PRT/100 ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്താൽ മതി, ഈ അഡീഷണൽ വന്ന എമൗണ്ട് ആയിരിക്കും ഇവിടുത്തെ ഇൻട്രസ്റ്റ് ആയിട്ട് വരിക. 5,100 = P കണ്ടുപിടിക്കണം. R 1 ആൻഡ് T 3 ആണ് അല്ലെ, 3 വർഷത്തേക്ക് 100. ഇനി എന്ത് ചെയ്യണം, P = 5,100 × 100/3
3 അല്ലേ? ഓക്കെ, 51 3 17 സോ 17 1 2 3 1,70,000. ഓക്കെ, എ ആണ് ആൻസർ വരിക. ഓക്കെ അല്ലേ? സിമ്പിൾ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇക്വേഷനിലേക്ക് ആ ചേഞ്ച് ആയ ആൾക്കാരെ ഇട്ട് കൊടുക്കാം. അധികമായി എഴുതിയ സിമ്പിൾ ഇൻട്രസ്റ്റ് സ്ഥാനത്ത് അധികമായി വന്ന ആള്, ആ റേറ്റിന്റെ സ്ഥാനത്ത് എത്രയാണോ അധികമായിട്ട് വന്ന റേറ്റ്, ആ റേറ്റിനെ ഇട്ട് കൊടുക്കാം. സിംപ്ലി നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇക്വേഷൻ ഇട്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? There is a producer. A producer allows 36% commission on retail price, okay, of his product. He earns a profit of 8.8%. അങ്ങനെയെങ്കിൽ what would be his profit if the commission is reduced by 24%? അതായത് ഇത്ര പറയുന്നുള്ളൂ. ഒരു പ്രൊഡ്യൂസർ, അയാൾ ഒരു സാധനം വിൽക്കുന്നുണ്ട്. ഓക്കെ, ആ സാധനത്തിന്റെ റീറ്റെയിൽ പ്രൈസ് നമുക്ക് RP നൽകാൻ എടുക്കാം. റീറ്റെയിൽ പ്രൈസ്, അതിന്റെ മേൽ എന്താണ്, ഒരു 36% എന്ത് പോകുന്നുണ്ട്? കമ്മീഷൻ പോകുന്നുണ്ട്. ഓക്കെ, കമ്മീഷനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ 36% കമ്മീഷനായിട്ട് പോകുമ്പോഴും അയാൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ആൻഡ് ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 8.8% ആണ്. ഇതൊക്കെ ക്വസ്റ്റിൽ തന്നിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ചോദ്യം എന്താണ്? അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ 36% എന്നുള്ള കമ്മീഷൻ 24% കുറഞ്ഞാൽ, reduced by 24%. ഓക്കെ, reduced to അല്ല, reduced by 24. reduced by 24 എന്ന് പറഞ്ഞാൽ 24% കുറഞ്ഞു എന്ന് പറയണം. അതായത് അറൌണ്ട് ഒരു 12%. അതൊരു 12% ആയി കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ് എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണം. നമ്മൾ റിഡ്യൂസ്ഡ് ബൈ, റിഡ്യൂസ്ഡ് ടു എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം. റിഡ്യൂസ്ഡ് ബൈ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഇത്ര ശതമാനം കുറഞ്ഞു എന്നാണ്. ഓക്കെ, റിഡ്യൂസ്ഡ് ടു ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ 24% കണ്ടാൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഒരു പ്രൊഡ്യൂസർ, ഓക്കെ, ഒരു പ്രൊഡ്യൂസർ ഒരു സാധനം വിൽക്കുന്നുണ്ട്. ഓക്കെ, ആ വിൽക്കുന്ന അയാളുടെ വില റീറ്റെയിൽ പ്രൈസ്. ഓക്കെ, അയാൾ വിൽക്കുന്നത് റീറ്റെയിൽ പ്രൈസ് ഉണ്ട്. ഓക്കെ, ഇതിന്മേല് അയാൾ സാധനം വെക്കുമ്പോൾ അയാൾക്ക് ഒരു 36% എന്താകുന്നുണ്ട്? ഈ റീറ്റെയിൽ പ്രൈസിന്റെ 36% അയാൾക്ക് കമ്മീഷനായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, നമ്മൾ കമ്മീഷൻ കൊടുക്കാന്ന് അറിയില്ല, അത് കമ്മീഷനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ എന്താണ്, അങ്ങനെ 36% കമ്മീഷൻ കൊടുത്താലും അയാൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അത് എത്രയാണെന്ന് പറയുന്നുണ്ട്? 8.8% കിട്ടുന്നുണ്ടെന്ന് പറയുന്നു. ഓക്കെ, രണ്ടാമത് നമ്മളോട് ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഈ 36% എന്നുള്ളത് 24% കുറഞ്ഞാൽ, 24% അതിൽ നിന്ന് കുറഞ്ഞാൽ, reduced by 24%. ഓക്കെ, ഒരു 24% കുറഞ്ഞാൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്താകും? നമ്മുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്താകും? ഇതാണ് ചോദ്യം. അതായത് നേരത്തെ 36% ആയിരുന്നു, ഇപ്പൊ 24% കുറഞ്ഞു എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കേസിൽ 12% കമ്മീഷൻ വന്നാൽ, കമ്മീഷൻ 12% ആകുമ്പോൾ പ്രോഫിറ്റ് എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, റിഡ്യൂസ്ഡ് ബൈ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കുറച്ചിട്ടുള്ള വാല്യൂ എടുക്കണം. റിഡ്യൂസ്ഡ് ടു ആണ് പറയുന്നതെങ്കിൽ അതേ വാല്യൂ തന്നെ വരുള്ളൂ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. റിഡ്യൂസ്ഡ് ബൈ ആണോ റിഡ്യൂസ്ഡ് ടു ആണോ എന്നൊക്കെ പറയുന്നത്, ആ ഒരു വേർഡ് ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, ആവശ്യത്തിന് കാൽക്കുലേഷൻ ഉണ്ട്, ബട്ട് ലെറ്റ്സ് സീ. ഓക്കെ, സോ നമുക്ക് നമ്മുടെ റീറ്റെയിൽ പ്രൈസ്. ഓക്കെ, എടാ ഇവിടെ റിഡ്യൂസ്ഡ് ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. റിഡ്യൂസ്ഡ് ബൈ 24% എന്നാ പറഞ്ഞത് അല്ലേ? റിഡ്യൂസ്ഡ് ബൈ 24% എന്ന് പറയുമ്പോൾ ഇനിഷ്യലി ഇവിടെ 36% ആയിരുന്നു. ഓക്കെ, റിഡ്യൂസ്ഡ് ബൈ 24% എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് ഒരു 24 കൂടെ അങ്ങ് കുറയ്ക്കണം, മിച്ചം 12. ഇതായിരിക്കും നമുക്ക് ഫൈനൽ കിട്ടുന്ന റിസൾട്ട്. ഓക്കെ, ഇനി റിഡ്യൂസ്ഡ് ടു 24% ആണെന്ന് പറഞ്ഞാൽ എന്താണ്? 36% എന്നുള്ളത് എന്തായി? 24%. അതായത് 2 ആണെങ്കിൽ നമ്മൾ 24% തന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ ബൈ, റിഡ്യൂസ്ഡ് ബൈ എന്ന് പറയുമ്പോൾ അതിന്റെ ഡിഫറൻസ് എടുത്തിട്ട് ആ 12% കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ ലെറ്റ്
ലെറ്റ് നമ്മുടെ റീറ്റെയിൽ പ്രൈസിന് നമുക്ക് ആദ്യം എടുക്കാം. റീറ്റെയിൽ പ്രൈസ് നമുക്ക് എന്തെന്നെടുക്കാം? 100 എന്ന് എടുക്കാം. ഓക്കെ, 100 രൂപയാണ്. ഇതിൽ നിന്ന് കമ്മീഷൻ 36% പോകുന്നുണ്ട് അല്ലെ? 36% കമ്മീഷനാണ്. അങ്ങനെയെങ്കിൽ അയാൾ കമ്മീഷൻ എത്ര രൂപ കൊടുക്കുന്നുണ്ട്? ലെറ്റ്സ് അസ്യൂം 36 രൂപ കൊടുക്കുന്നുണ്ട്. ഓക്കെ, 100 രൂപയാണ് റീറ്റെയിൽ പ്രൈസ് എങ്കിൽ അതിന്റെ 36% അയാൾ എന്ത് ചെയ്യും? കമ്മീഷൻ കൊടുക്കും. ഇറ്റ് മീൻസ് കമ്മീഷനായിട്ട് പോകുന്നത് 36 രൂപയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇയാൾ വിൽക്കുന്നത് എത്ര രൂപയ്ക്കായിരിക്കും? അയാളുടെ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കണം അല്ലെ? അയാളുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 രൂപയായിരുന്നു. അതിൽ നിന്ന് കമ്മീഷനും കുറച്ച് മിച്ചം 64 രൂപയാണ് ഇയാളുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ കോസ്റ്റ് പ്രൈസ് CP കണ്ടുപിടിക്കണം. അതിന് എന്ത് ചെയ്താൽ മതി? ഓൾറെഡി നമുക്ക് പ്രോഫിറ്റ് എന്ന് വന്നിട്ടുണ്ട് അല്ലെ? പ്രോഫിറ്റ് പെർസെന്റേജിന്റെ ഇക്വേഷനോട് ജസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിന് CP കണ്ടുപിടിക്കാം. സോ അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് CP കണ്ടുപിടിക്കണം. CP കണ്ടുപിടിക്കുക എത്ര ചെയ്താൽ മതി? നമുക്കറിയാം പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ SP മൈനസ് CP ബൈ CP ഇൻറ്റു 100 ആണ് അല്ലേ? ആണ്. പ്രോഫിറ്റ് വന്നിട്ടുണ്ട് എത്രയാണ്? 8.8 ഇസ് ഈക്വൽ ടു SP എന്ന് പറയുന്നത് 64 നമ്മൾ കണ്ടുപിടിച്ചു, മൈനസ് CP ബൈ CP ഇൻറ്റു 100. നമുക്ക് എല്ലാത്തിനും കൂടെ ഒരു സൈഡോട്ട് കൊണ്ടുവരാം. ഇതെന്താവും? 8.8 CP ബൈ 100 ഇസ് ഈക്വൽ ടു 64 മൈനസ് CP. ഓക്കെ, ഇത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 പോയിന്റ് ഇങ്ങോട്ട് മാറണം അല്ലേ? ഇപ്പം എന്ത് വരും? ഇത് 0.088 CP ഈസ് ഈക്വൽ ടു 64 മൈനസ് CP. ഇനി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും? തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാം. 0.08 CP പ്ലസ് CP ഈക്വൽ ടു 64. ഓക്കെ, നിങ്ങൾക്ക് ഈ സ്റ്റെപ്പുകളൊക്കെ അവോയ്ഡ് ചെയ്യാം. ഞാൻ പിന്നെ എഴുതി കാണിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, 1 CP, ഒരു CP കൂട്ടുമ്പോൾ ഇതെന്താവും? 1.088 CP ഈക്വൽ ടു 64. സോ ഇതിന് CP കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 64 ഡിവൈഡഡ് ബൈ 1.088 ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്ത് വരുന്നുണ്ട്? ഡിനോമിനേറ്ററിൽ പോയിന്റ് വാല്യൂ വരുന്നുണ്ട് അല്ലേ? സോ ഞാൻ ഡിസ്പ്ലേ ചെയ്യാണ്. ഡിനോമിനേറ്ററിൽ പോയിന്റ് വാല്യൂ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടെ എഴുതാം. CP is equal to 64 by 1.088. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? താഴത്തെ ഡിനോമിനേറ്ററിലെ പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് 3 പ്ലേസ് വേണം അല്ലെ? അപ്പൊ നമുക്ക് മേലിലും താഴെയും എന്ത് ചെയ്യാം? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താവും? 64 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ 1088. ഓക്കെ, ഒന്നെങ്കിൽ 10 ഡയറക്റ്റ് 64,000 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം എന്നിട്ട് ഡിവൈഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇതിനെ കട്ട് ചെയ്യാം. മാക്സിമം 2 ഇട്ട് തന്നെ കട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഏതാണോ ചെയ്യാനുള്ള വാങ്ങും അതുപോലെ ചെയ്യാം. ഇതിപ്പം 64 രണ്ടിട്ട് കട്ട് ചെയ്താൽ ഇതിൽ 32 വരും. ഇത് രണ്ടിട്ട് കട്ട് ചെയ്താൽ 344. ഇനി ഇത് രണ്ടിട്ട് കട്ട് ചെയ്താൽ 16. ഇത് രണ്ടിട്ട് കട്ട് ചെയ്താൽ 272. ഇനി കട്ട് ചെയ്യാം അല്ലേ? ഇത് രണ്ടിട്ട് കട്ട് ചെയ്താൽ 8. ഇത് രണ്ടിട്ട് കട്ട് ചെയ്താൽ 136. എഗെയിൻ ഇത് രണ്ടിട്ട് കട്ട് ചെയ്താൽ 4. ഇത് രണ്ടിട്ട് കട്ട് ചെയ്താൽ 68. ഇത് രണ്ടിട്ട് കട്ട് ചെയ്താൽ 2. ഇത് രണ്ടിട്ട് കട്ട് ചെയ്താൽ 34. എനിക്ക് കിട്ടാം. ഇതൊന്ന് വെട്ടി 17. സോ 1000/17. സോ 17 മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലേക്ക് വരെ പോയാൽ മതി അല്ലേ? 17. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ജസ്റ്റ് ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഡിവൈഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇത് ഡിവൈഡ് ചെയ്യുമ്പം അറൗണ്ട് 17 ഗുണം 4 വന്നാൽ 7 4 8 2 എത്ര വരും അല്ലേ? 68. 100ന് അടുത്ത വാല്യൂ ഇനി ഉണ്ടോ നോക്കാം. 5 3 55 വരുന്നുണ്ട്. സോ പറഞ്ഞല്ലോ 558.8 എന്ന് വരും. സോ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം കേട്ടോ. 17 അല്ലേ? സിമ്പിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇത് എന്തെന്ന് എഴുതാം. ഇറ്റ്സ് ജസ്റ്റ് ഇസ് ഈക്വൽ ടു 58.8. ഇതിന് ഒരു ഡെസിമൽ പോയിന്റ് കൂടെ പറയാവടാ. കാരണം ഒരു ഡെസിമൽ പോയിന്റ് കൂടെ കുറച്ചും കൂടെ സേഫ് അതായിരിക്കും. കോസ്റ്റ് അല്ലേ നമ്മൾ പറയുന്നത്? 58.82 വരും അല്ലേ?
അങ്ങനെയല്ലേ? ഓക്കെ, അറൗണ്ട് CP 58.82 എന്നാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? ഇപ്പൊ നമുക്ക് നമ്മുടെ CP കിട്ടി. ഇനി രണ്ടാമത്തെ കേസിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിച്ചാൽ മതി. അതല്ലേ ചോദ്യം? അതാണ് ചോദ്യം. സോ ലെറ്റ്സ് ഡു വാട്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് കേസിൽ നിന്ന് CP കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ കേസ്. ഇനി വാട്ട് ഈസ് പ്രോഫിറ്റ്? അയാളുടെ പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് വീണ്ടും നമ്മുടെ ഇക്വേഷനകത്തോട്ട് കൊടുക്കാം. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു SP മൈനസ് CP ബൈ CP ഇൻറ്റു 100. ഓക്കെ, റിഡ്യൂസ്ഡ് ബൈ 24 ആണ്. ഇവിടെ എന്താണ് കമ്മീഷൻ? നമ്മൾ പറഞ്ഞല്ലേ 12%. ഓക്കെ, ഇപ്പൊ നമ്മുടെ റീറ്റെയിൽ പ്രൈസ് 100 ആയിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ SP എന്തായിട്ടുണ്ടാവും? 100-ൽ നിന്നും ഈ 12 പോയിട്ട് ബാക്കി 88 ആയിട്ടുണ്ടാവും അല്ലേ? SP 88 ആയിട്ടുണ്ടാവും. ഓക്കെ, സോ 88 മൈനസ് 58.82 ബൈ 58.82 ഇൻറ്റു 100. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് തമ്മിലുള്ള ഡിഫറൻസ് അറൗണ്ട് എന്ത് വരും? 88.5 88.00 58.82. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര വരും? ഇറ്റ്സ് അബൌട്ട് 8 അല്ലെ? 10 പോയാൽ 9 പോയാൽ 1, പിന്നെ 7, 17 പോയാൽ 9, 7 5 പോയാൽ 2. ഇറ്റ്സ് അബൌട്ട് 29.18 ബൈ 58.82 ഇൻറ്റു 100. ഓക്കെ, ദെൻ ജസ്റ്റ് എന്ത് ചെയ്യാം? ഡെസിമൽ പ്ലേസ് ഒന്ന് മാറ്റണം. ഓക്കെ, ഡെസിമൽ പ്ലേസ് മാറ്റണ്ട, അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ജസ്റ്റ് ഡിവൈഡ് ചെയ്യാം. 29.18 ഡിവൈഡ് ബൈ 58.82. ഓക്കെ, ഇൻറ്റു 100 നമുക്ക് വേണം അവസാനം മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. മേളിലും താഴെയും സെയിം ഡെസിമൽ പ്ലേസ് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഡെസിമലിനെ കൺസിഡർ ചെയ്യാതെ അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. കാരണം സെയിം ഡെസിമൽ പ്ലേസ് ആയതുകൊണ്ട്. അതായത് വെറുതെ 9181 ബൈ 5882 100 ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതൊന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഫൈനൽ ഉത്തരമല്ലേ? ഓപ്ഷനിൽ നിന്ന് വെച്ച് ചെയ്താൽ മതി. ഓക്കെ, ഓപ്ഷനിൽ നിന്ന് വെച്ച് ചെയ്താൽ മതിയാകും. സോ ഇറ്റ് ഈസ് 2918. ഇത് ക്യാൻസൽ ചെയ്യാൻ തോന്നുന്നു അല്ലേ? കുറച്ചുകൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ കുറച്ചുകൂടെ എളുപ്പം. 2 ഇട്ട് വെട്ടാം. 2 ഇട്ട് വെട്ടുമ്പോൾ ഇത് അറൗണ്ട് ഒരു 59 വരും. ഇത് 2941 വരും. റൈറ്റ്, ഇത് ജസ്റ്റ് ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? 145900 ഈ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് കേട്ടോ. ഡിവൈഡഡ് ബൈ 2941. ഇനി ചെയ്ത് നോക്കാം. ഉത്തരം ഉണ്ടല്ലേ? 3454. ഇതിൽ ഏത് ആദ്യം വരും? ഇത് വെച്ചിട്ട് ജസ്റ്റ് നോക്കിയാൽ മതി. ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, 2941 ഇൻറ്റു 4 എന്ന് നോക്കാം അല്ലേ? 4 16 36 37 8 3 11 4 11 7 64. ഓക്കെ, 6 8 4 പോയാൽ 2 15 പോയാൽ 3 പോയാൽ. ഓക്കെ, അറൗണ്ട് പിന്നെ 4. ഇത് രണ്ട് ഓപ്ഷൻ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നമുക്ക് ഇനി ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഓപ്ഷനിൽ നിന്നുള്ള വാല്യൂസ് എടുത്ത് വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. എൻ്റെ വാല്യൂസ് നോക്കേണ്ട ആവശ്യമില്ല. സോ 4 ആണ് കഴിഞ്ഞാൽ ഇത് രണ്ട് പിന്നെ നോക്കണ്ട. പിന്നെ 9 ആണോ 5 ആണോ വരുന്നതെന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇതിൽ ഏതാണോ ഇതിന് ക്ലോസസ്റ്റ് ആയിട്ട് വരുന്ന വാല്യൂ അതായിരിക്കും ഉത്തരം വരിക. പിന്നെ ഫുൾ ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, ഫൈനൽ വരുമ്പോൾ ഡിവിഷൻ കുറച്ച് എളുപ്പമായിക്കോളും. ഓക്കെ അല്ലേ? ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഇനി ചെയ്യാൻ പറ്റുന്നുണ്ടോ ഡിവിഷൻ? ജസ്റ്റ് ഓപ്ഷൻ വെച്ച് ഇട്ടിട്ട് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ, ഓക്കേടാ, ചെയ്ത് നോക്കിയാൽ കേട്ടോ. നമുക്ക് ഉത്തരം കിട്ടും. എന്തായാലും നമ്മുടെ ആൻസർ എന്താ വരിക? ആൻസർ 49.6. ഓക്കെ, അതാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ആ സീരീസ് ആണ് അല്ലേ?
സീരീസ് ആണ്. സോ ഇത് ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് പെട്ടെന്ന് ഇതിന്റെ പാറ്റേൺ എന്താണെന്ന് പറയാമോ? ചെയ്ത് കിട്ടിയ ഇതിന്റെ പാറ്റേൺ എന്താണെന്ന് പറയാമോ? സിംപ്ലി നമ്മുടെ 3, 8, 15, 24, 35, 48 ഇവര് തമ്മിൽ ഡിഫറൻസ് 5, 7, പിന്നെയുള്ള ഡിഫറൻസ് 9. 5, 7, 9 +5 +7 സ്ക്വയർ 1. ഓക്കെ ഓക്കെ ഓക്കെ. പല സീരീസ് നമുക്ക് ഇന്ന് എടുക്കാം അല്ലേ? യെസ്, പല സീരീസ് നമുക്ക് എടുക്കാം. അതാണ് കാര്യം. ഓക്കെ, സി ഇതിപ്പോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇനിഷ്യലി ഒരു സീരീസ് കിട്ടുമ്പോൾ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാവുന്ന എന്താണ് അതിന്റെ ഡിഫറൻസ് ആണ് അല്ലേ? ഫസ്റ്റ് നമുക്ക് അതിന്റെ ഡിഫറൻസ് ചെക്ക് ചെയ്ത് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത മാർഗങ്ങളെ പറ്റി അപ്പോൾ ആലോചിക്കാം. ഓക്കെ 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 യെസ്. അപ്പം 5 ഇത് തമ്മിലുള്ള ഡിഫറൻസ് +5 ആണ് അല്ലേ? ഇത് +5, ഇത് +7, +9. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് കൂടിയതാണ് അല്ലേ? +11. അതായത് പ്രൈം നമ്പേഴ്സ് ആണ്, റൈറ്റ്? പ്രൈം നോക്കാം. 7, 9. ഓഡ് നമ്പേഴ്സ്, റൈറ്റ്? ഓഡ് നമ്പേഴ്സ്, ഓഡ് പ്രൈം വരില്ല. ശരി, 9 എടുക്കില്ല. 9 ഓഡ് നമ്പേഴ്സ്, ഓരോ ഓഡ് നമ്പേഴ്സ് ആണ് അല്ലേ? 5, 7, 9, 11. സോ അടുത്തത് 13 ആയിരിക്കും. 8, 1. ഓക്കെ, അപ്പൊ അടുത്ത ആളാരായിരിക്കും? +15 ചെയ്താൽ മതി അല്ലേ? എത്ര എഴുതും? 13 ബാലൻസ് 1, 2, 4, 6, 63, 63. ഓക്കെ, ഇതിനകത്ത് വേറെയും പറയുന്നുണ്ട്. ജസ്റ്റ് എന്താണ് സ്ക്വയർ -1 അല്ലേ? അങ്ങനെയും ചെയ്യാം, നോക്കാം. 3, 8, 15, 24, 35, 48. ഇതൊന്നും ശരി തന്നെ അല്ലേ? സ്ക്വയർ -1 അല്ലേ? ഇതെന്ന് പറയുമ്പോൾ 2 സ്ക്വയർ -1, അതായത് 4 - 1. ശരി, 3. ഇതെന്ന് പറയുമ്പോൾ അടുത്തെന്തിന്റെ സ്ക്വയർ ആയിട്ട് 3ന്റെ സ്ക്വയർ 9 അല്ലേ? 3 സ്ക്വയർ -1 ശരിയാ, 9 - 1. ഇതും 4 സ്ക്വയർ -1, 16 1 15. ശരിയാ. അപ്പം ഇത് 5 സ്ക്വയർ -1, ഇത് 6 സ്ക്വയർ -1, ഇതെന്തായിരിക്കും 7 സ്ക്വയർ -1. അപ്പൊ അടുത്തത് 8 സ്ക്വയർ -1, 8 സ്ക്വയർ -1, അതായത് 64 -1, 63. ഓക്കെ, 63 വരാം. ഓക്കെ, രണ്ടും കറക്റ്റ് ആണ്. ഓക്കേടാ. പെട്ടെന്ന് നമുക്കൊരു കാണുമ്പോൾ നമ്പർ കാണുമ്പോൾ ഒരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ മതി. ഓക്കെ ഓക്കെ അല്ലേ? സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? മാച്ച് ദ ഫോളോയിങ്. ഇതിന് ആൻസർ കിട്ടിയിട്ടുണ്ടോ? ഇതിന് ആൻസർ കിട്ടിയായിരുന്നോ? ഇല്ലാന്ന് നമുക്ക് ഒന്ന് ചെയ്യാം. നോ ഇഷ്യൂസ്, ഒന്ന് ചെയ്യാം കേട്ടോ. ആദ്യം മാച്ച് ദ ഫോളോയിങ് ഒക്കെ ബെറ്റർ എന്താണ് ഓപ്ഷൻ? ആദ്യം നല്ലത് നമുക്ക് ഈ കേസിലൊക്കെ ആദ്യം അറിയാവുന്ന ഏതാണോ അത് ആദ്യം എളുപ്പം ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് പെട്ടെന്ന് ഉത്തരത്തെത്താവുന്ന നോക്കാം. ബെസ്റ്റ് എളുപ്പം എല്ലാം കുഴപ്പമില്ലാത്തതാണ്. ഇനി ആവറേജ് കണ്ടുപിടിക്കാനേ കുറച്ച് എളുപ്പം അല്ലേ? നമുക്ക് ആദ്യം ആവറേജ് കണ്ടു നോക്കാം. 3, 2 + 6 + 3 + 4 + 5 by 1, 2, 3, 4, 5. 5 that is equal to 2, 6, 8, 8, 3, 11, 11, 4, 15, 15, 20, 20 by 5 that is equal to 4. Okay, C4 C1 പറഞ്ഞു അല്ലേ? അപ്പൊ എന്തായാലും ഈ ഒറ്റ ഓപ്ഷൻ പോയി. ഇത്ര എന്താ വരിക നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്താൽ കിട്ടുമോ? യെസ്, എ മാത്രം ഒന്ന് കണ്ടുപിടിച്ചാൽ ചിലപ്പോൾ കിട്ടും. എ മാത്രം കണ്ടുപിടിച്ച ഉത്തരം കിട്ടും. സോ എ നോക്കാം. എ ഇതാണ് അല്ലേ? യെസ്, സിംപ്ലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് സം ഓഫ് മണി. പ്രിൻസിപ്പൾ വന്നിട്ടുണ്ട് 200 രൂപ, 10% റേറ്റ് വന്നിട്ടുണ്ട്. ആനുവലി ആണ് ഫോർ 2 years. അങ്ങനെയെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. 2 വർഷം ആകുമ്പോൾ 1 to 1. ഓക്കെ, 200 രൂപയാണ് അല്ലേ? 200, ഇതിന്റെ 10% 20, 10% 2. ജസ്റ്റ് മൾട്ടിപ്ലൈ 2
40. ദാറ്റ് ഇസ് ഈക്വൽ ടു 42. ഓക്കെ, അപ്പം A4 ആണ് വരും. ഇത് A4 ആണെന്ന് വരുമ്പോൾ ബി ആയിരിക്കും ആൻസർ വരാം. ഓക്കെ, ബി ആയിരിക്കും ആൻസർ വരാം. നമുക്ക് ബാക്കി ഓപ്ഷൻസും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാക്കി ഓപ്ഷനും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി എന്തൊക്കെയുള്ളത്? ആദ്യം ഡി കഴിഞ്ഞിട്ട് ബിയിലോട്ട് പോവാം. ഡി നോക്കാം. ഡിയും സീരീസ് ആണല്ലേ. -1 3 7. ഇതിന്റെ പാറ്റേൺ ജസ്റ്റ് ഒന്ന് പറയാടാ. പറയണം. ഇതിന്റെ പാറ്റേൺ ജസ്റ്റ് ഒന്ന് പറയാം. ഈ ക്വസ്റ്റ്യൻ ഫുൾ ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് പറയാം കേട്ടോ. ജസ്റ്റ് എല്ലാം കൂടെ +4 ആണ് ഡിഫറൻസ് അല്ലേ. ഇത് +4, ഇത് +4. സ്വാഭാവികം അടുത്തതും +4 ആണ്. 7 + 4 11 ആണ് അല്ലേ. ഏതാ? ഡി. D3. ഇത് ഡി. ഇനി അടുത്തത് എന്താ ചോദ്യം? ദ ആംഗിൾ ഇൻ ഡിഗ്രി ട്രാവേഴ്സ്ഡ് ബൈ അവർ ഹാൻഡ് ഓഫ് എ ക്ലോക്ക് വെൻ ദ മിനിറ്റ് ഹാൻഡ് മൂവ്സ് ബൈ 90 ഡിഗ്രി. അതായത് നമ്മുടെ ക്ലോക്കിനകത്ത് മിനിറ്റ് ഹാൻഡും ഉണ്ട് അവർ ഹാൻഡും ഉണ്ട് അല്ലേ. ഓക്കെ, ചോദ്യം ഇത്രയേ ഉള്ളൂ. മിനിറ്റ് ഹാൻഡ് 90 ഡിഗ്രി മൂവ് ചെയ്തപ്പോൾ അവർ ഹാൻഡ് എത്ര ഡിഗ്രിയാണ് മൂവ് ചെയ്തത്? സിമ്പിളി എത്രയേ ഉള്ളൂ ചോദിച്ചേക്കുന്നുണ്ട് അല്ലേ. ഇത് സിമ്പിളി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഫുൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാം. നിങ്ങൾ ഇത്രയും കാര്യം ഒന്ന് ഓർത്തിരിക്കണം. മേ ബി ഇത് ഹെൽപ്ഫുൾ ആകും. അതായത് ഇത്ര ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇത് മിനിറ്റ് ഹാൻഡ് കൂട്ടത്തിലെ വലിയ ആള് കേട്ടോ. മിനിറ്റ് ഹാൻഡ്, അവർ ഹാൻഡ് കൂട്ടത്തിൽ കൊച്ചാള്. ഓക്കെ, മിനിറ്റ് ഹാൻഡിൽ നമ്മൾ ഡിഗ്രി പറയുമ്പോൾ ഒരു മിനിറ്റില് നമ്മുടെ മിനിറ്റ് ഹാൻഡ് 6 ഡിഗ്രി ആയിരിക്കും മൂവ് ചെയ്യുക. ഒരു മിനിറ്റില് മിനിറ്റ് ഹാൻഡ് 6 ഡിഗ്രി മൂവ് ചെയ്യും. ആൻഡ് അതേസമയം അവർ ഹാൻഡ് 0.5 ഡിഗ്രി ആയിരിക്കും മൂവ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂർ വരുമ്പോഴോ? ഒരു മണിക്കൂറിൽ മിനിറ്റ് ഹാൻഡ് ഫുള്ള് കറങ്ങി വരും അല്ലേ. 60 മിനിറ്റ് ഫുള്ള് കറങ്ങി വരും. അതായത് ഫുള്ള് കറങ്ങുമ്പോൾ 360 ഡിഗ്രി. 360 ഡിഗ്രി. അവർ ഹാൻഡ് ഒരു മണിക്കൂറിലോ അബൌട്ട് 30 ഡിഗ്രി. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇത് ഓർത്തിരുന്നാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഒരു മിനിറ്റിൽ മിനിറ്റ് ഹാൻഡ് 6 ഡിഗ്രി, അവർ ഹാൻഡ് 0.5 ഡിഗ്രി. ഓക്കെ, ഒരു മണിക്കൂറിൽ മിനിറ്റ് ഹാൻഡ് ചലിക്കുന്നത് 360 ഡിഗ്രിയും അവർ ഹാൻഡ് 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ മിനിറ്റ് ഹാൻഡ് 90 ഡിഗ്രി ചലിച്ചു എന്നാ പറയുന്നത് അല്ലേ. മിനിറ്റ് ഹാൻഡ് 90 ഡിഗ്രി മൂവ് ചെയ്തു എന്നാ പറയുന്നത്. ജസ്റ്റ് അത് എത്ര മിനിറ്റ് ആയിരിക്കും? എടാ, ഒരു മിനിറ്റ് 6 ഡിഗ്രി ചലിക്കും. അങ്ങനെയെങ്കിൽ 90 മിനിറ്റ് ചലിക്കാൻ അത് എത്ര മിനിറ്റ് എടുക്കും എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് 90/6 ചെയ്താൽ മതി. ദാറ്റ് ഈസ് അറൌണ്ട് 15 മിനിറ്റ്സ്. ഓക്കെ, ഒരു മിനിറ്റ് 6 ഡിഗ്രി. അങ്ങനെയെങ്കിൽ 90 ഡിഗ്രി അത് പോകുന്നത് ഇല്ല. ഇങ്ങനെ ആലോചിച്ചാലും മതി. ഒരു മിനിറ്റ് നമ്മുടെ ക്ലോക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. ക്ലോക്ക് ആലോചിക്കുമ്പോൾ ഓക്കെ, ഇത് 12, ഇത് 1. ഇത് ഒരു മിനിറ്റ് പോവാൻ 6 ഡിഗ്രി. അങ്ങനെ ഈ 5 മിനിറ്റ് കഴിയുമ്പോൾ അത് എത്രയായി? 6 × 5 30. അങ്ങനെ 3:30 കൂടുന്നില്ല 90. 3 സ്പേസ് കഴിയുമ്പോൾ തന്നെ 15 മിനിറ്റ് ആയി. അങ്ങനെയും ചോദിക്കാം. നോ ഇഷ്യൂസ്. അപ്പം 90/6 15 മിനിറ്റ്. 15 മിനിറ്റ്. നമുക്കറിയാം. ഇനി അവർ ഹാൻഡിന്റെ ആണ് നോക്കണ്ടേ അല്ലേ. അവർ ഹാൻഡ് ഒരു മിനിറ്റില് 0.5 ഡിഗ്രിയാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ 15 മിനിറ്റ് എത്ര ഡിഗ്രി മൂവ് ചെയ്യും? 0.5 × 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 7.5 ഡിഗ്രി. 15 × 5 75. പിന്നെ ഒരു പോയിന്റ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഒരു മിനിറ്റില് മിനിറ്റ് ഹാൻഡ് 6 ഡിഗ്രി ചലിക്കുമെങ്കിൽ എന്താണ് 90 ഡിഗ്രി ആകുമ്പോൾ അതെന്താവും? 15 മിനിറ്റ് സഞ്ചരിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതറിയാൻ വേണ്ടി ജസ്റ്റ് 90 / 6 ചെയ്താൽ മതി. എത്ര ഡിഗ്രിയാണോ ആ ഒരു ഡിഗ്രീന്റെ വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയെങ്കിൽ അവർ ഹാൻഡ് നോക്കാൻ നമുക്കറിയാം. ഒരു മിനിറ്റിൽ അവർ ഹാൻഡ് 0.5 ഡിഗ്രിയാണ് ചലിക്കുന്നത്. അങ്ങനെയെങ്കിൽ 15 മിനിറ്റ് പോകാൻ എന്ത് ചെയ്താൽ മതി? ഒരു മിനിറ്റിൽ 0.5 ആണെങ്കിൽ 15 മിനിറ്റിൽ 0.5 × 15 ആയിരിക്കും അല്ലേ. ഇറ്റ് ഈസ് ഈക്വൽ ടു 7.5 ഡിഗ്രി. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അതൊന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ.
ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു കൺസെപ്റ്റ് നന്നായിട്ട് അറിയണം, അത് എങ്ങനെ 6 വന്നത്. ഓക്കെ, എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തെടുക്കുന്നതെന്ന് അറിയണം. ഓക്കെ, 1 മിനിറ്റിൽ 6 ഡിഗ്രിയാണ് മിനിറ്റ് ഹാൻഡ് മൂവ് ചെയ്യുന്നത്. അവർ ഹാൻഡ് ആണെങ്കിൽ 0.5 ഡിഗ്രിയാണ്. ഓക്കെ, 1 മണിക്കൂറിൽ മിനിറ്റ് ഹാൻഡ് 360 ഡിഗ്രിയാണ്, അവർ ഹാൻഡ് 30 ഡിഗ്രി പോകും. ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത്ര അറിയെങ്കിൽ നമുക്ക് ബാക്കി ചെയ്തൂടെ? ഇവിടെ ചോദ്യം എന്താ? മിനിറ്റ് ഹാൻഡ് 90 ഡിഗ്രിയാണ് ചലിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് എത്ര മിനിറ്റ് ആണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. നമുക്കറിയാം 1 മിനിറ്റിൽ മിനിറ്റ് ഹാൻഡ് 6 ഡിഗ്രിയാണ് ചലിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ അത് എത്ര മിനിറ്റ് ഉണ്ടെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ബൈ 6 ഡിഗ്രി ചെയ്താൽ മതി. 15 മിനിറ്റ്. അപ്പൊ മൊത്തമുള്ള സമയം 90 ഡിഗ്രി കാണിക്കുന്നത് 15 മിനിറ്റ് ആണ്. പറയണം, 15 മിനിറ്റ് ആണ്. അങ്ങനെയെങ്കിൽ അവർ ഹാൻഡിന്റെ ഡിഗ്രിയാണ് ചോദ്യം. ഈ 15 മിനിറ്റിൽ അവർ ഹാൻഡ് എത്ര മൂവ് ചെയ്തിട്ടുണ്ടാവും? 1 മിനിറ്റിൽ അവർ ഹാൻഡ് നമുക്കറിയാം 0.5 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ 0.5 ഇൻറ്റു 15, 1 മിനിറ്റിൽ 0.5. അങ്ങനെയെങ്കിൽ 15 മിനിറ്റിൽ 0.5 ഇൻറ്റു 15, ദാറ്റ് ഈസ് ഈക്വൽ ടു 7.5 ഡിഗ്രി. ഓക്കെ, ഓക്കേടാ. എടാ, കോമ്പൗണ്ട് ടെസ്റ്റ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നേരത്തെ കോമ്പൗണ്ട് ടെസ്റ്റിന്റെ ക്ലാസ് കേട്ടിട്ടുണ്ടോ? ഐ മീൻ, ഞാൻ എടുത്തൊരു സെഷൻ കേട്ടായിരുന്നോ? ഇല്ലാന്നുണ്ടെങ്കിൽ അത് കേട്ടിട്ടാണ് മനസ്സിലാക്കുന്നെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞുതരാം. അല്ല, ഇപ്പൊ ഡൗട്ട് ചോദിച്ചവര്, ഐ മീൻ ഇപ്പൊ ഡൗട്ട് ഒന്നുകൂടെ പറയാമോ എന്ന് ചോദിച്ചവരുടെ കാര്യം ഞാൻ ചോദിച്ചത്. ഓൾറെഡി നമ്മളൊരു സെഷൻ നടത്തിയായിരുന്നു കോമ്പൗണ്ട് ടെസ്റ്റിന്റെ. മേ ബി അത് കേട്ടിട്ട് മനസ്സിലാവാത്തതാണെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയാം, കുഴപ്പമൊന്നുമില്ല. എങ്കിലും പറയാം. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് മനസ്സിലാണെങ്കിൽ ജസ്റ്റ് ആ ഒരു സെഷൻ ഒന്ന് കാണണം കേട്ടോ. ഇത് റെക്കോർഡിങ്സ് ഉണ്ട്, അതൊന്ന് കണ്ടാൽ മതി. ശരി, നമ്മൾ കോമ്പൗണ്ട് ടെസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ സിംപ്ലി ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ ഓരോ വർഷത്തിനും ഓരോ കോഡ് വെച്ചിട്ടാ ചെയ്യാം. ഓക്കെ, ഓരോ വർഷത്തിനും ഓരോ കോഡ് വെച്ചിട്ടാ ചെയ്യാം. 1 ഇയർ ആകുമ്പോൾ നമ്മുടെ കോഡ് 1 എടുക്കാം. എടാ, നമ്മുടെ ആപ്പിൽ ഉണ്ടാവും, ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു കേട്ടോ. 2 ഇയർ ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് 121 ആണ്. 3 ഇയർ ആകുമ്പോൾ വരുന്ന കോഡ് 1331 ആണ്. സോ ബേസ്ഡ് ഓൺ ആ കോഡിന്റെ ബേസിൽ നമ്മൾ ചെയ്യാം. 4 ഇയർ ആകുമ്പോൾ ഇത് 14641 ആണ്. ഇതെങ്ങനെയാന്നൊക്കെ ഉള്ളത് ആ സെഷനിലുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ സിംപ്ലി ചെയ്യുന്നത് ഈ 2 വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 2 വർഷത്തിന്റെ കോഡ് യൂസ് ചെയ്യും. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം കോഡ് അങ്ങ് എഴുതും. ഓക്കെ, ദെൻ നമ്മുടെ സം എത്രയാന്ന് തന്നിട്ടുണ്ട്? 200 ആണല്ലേ, വിച്ച് മീൻസ് ആ പ്രിൻസിപ്പൾ ആണ്. അത് ആദ്യം നമ്മൾ എഴുതും 200. നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10%. സോ നമ്മൾ എന്ത് ചെയ്യും? ഇനി അങ്ങോട്ട് ഈ 10% കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ഇനി അടുത്ത 2ന്റെ താഴെ എന്ത് എഴുതും എന്ന് ചോദിച്ചാൽ ഈ 200ന്റെ 10%. ഓക്കെ, 200ന്റെ 10% 20. ഇനി അടുത്ത 1ന്റെ താഴെ എന്ത് എഴുതും? ഈ 20ന്റെ 10% എഴുതും. അതായത് ദാറ്റ് ഈസ് 2. ഇത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ മേളിലും താഴെ കിടക്കുന്നത് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഈ 1 ഇൻറ്റു 2 ദാറ്റ് ഈസ് 2. ഓക്കെ, ഇനി 2 ഇൻറ്റു 20 ദാറ്റ് ഈസ് ഇക്വൽ ടു 40. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ഈ അവസാനം കിടക്കുന്ന ആൾക്കാരെ മാത്രം, പ്രിൻസിപ്പൽ എമൗണ്ടിനെ കൂട്ടണ്ട, ബാക്കിയുള്ള ആൾക്കാരെ എന്ത് ചെയ്യാം? ഒന്ന് ആഡ് ചെയ്താൽ മതി. ഇവിടെ എന്ത് വരും? 40 + 2 42 ആയിരിക്കും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരും. ഓക്കെ, ഇതിങ്ങനെയാ ചെയ്യുന്നത്. ബാക്കി ഇതെങ്ങനെയാന്നുള്ളത് ജസ്റ്റ് ആ സെക്ഷൻ ഒന്ന് ഉണ്ടാകും കേട്ടോ. ഓക്കെ അല്ലേ? ചെറിയൊരു ഐഡിയ കിട്ടി കാണാം, കിട്ടിയോ? സോ എഗെയിൻ വീണ്ടും ഒരു സീരീസ് ആണ് അല്ലേ? ഓക്കെ ആണോടാ? ഓക്കെ, ഈ സീരീസിന്റെ പാറ്റേൺ പറയണോ? ഓക്കെ, ഈ സീരീസിന്റെ പാറ്റേൺ ആൻഡ് ആൻസറും, ജസ്റ്റ് ആൻസറും സീരീസും. ആദ്യം നമുക്ക് പാറ്റേൺ പറയാം, എന്നിട്ട് നമുക്ക് അത് വെച്ചിട്ട് ആൻസറും പറയാം. കിട്ടിയവരുണ്ടെന്ന് പറയാം കേട്ടോ, നമ്മുടെ പാറ്റേൺ എന്താണ്. ആൻസർ ഉണ്ട് അല്ലേ? ഓക്കെ, ആൻസർ പറഞ്ഞവർക്കൊന്ന് പറയാമോ എന്തായിരിക്കും നമ്മൾ ഉദ്ദേശിച്ച പാറ്റേൺ? നിങ്ങൾക്ക് പല പാറ്റേൺ ഉണ്ടാവും, നോട്ട് നെസസറി ഉള്ള കുറെ പാറ്റേൺ, പക്ഷെ നമുക്ക് ഒരു ഉത്തരം കിട്ടിയാൽ മതി. ഓക്കെ, ജസ്റ്റ് നമുക്ക് വേണം ഒന്നിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. റൈറ്റ്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ എന്തൊക്കെയാണ്? 7, 12, 32, 122. ഇതിന് ശേഷം ആളെ കണ്ടുപിടിക്കാം അല്ലെ? ബാക്കിയുള്ളവരെ കിടക്കട്ടെ. ഇത് വന്ന പാറ്റേൺ നമുക്ക് നോക്കാം.
ഫസ്റ്റ് നമ്മൾ സീരീസിൽ ആദ്യം നോക്കുക എന്താ, ഇവരുടെ ഡിഫറൻസ് ആയിരിക്കും ആദ്യം നോക്കാം അല്ലെ. ഇവരുടെ ഡിഫറൻസ് നോക്കുമ്പോൾ ഇവിടെ 5 ഉണ്ട് ഡിഫറൻസ്, ഇവിടെ അതല്ല അല്ലേ, ഇവിടെ ഒരു 20 ഡിഫറൻസ് വരുന്നുണ്ട്, ഇവിടെ അതിൽ കൂടുതലുണ്ട്. 32 പിന്നെ 100 കഴിഞ്ഞു പോകുന്നു. ഓക്കെ, 100 കഴിഞ്ഞു പോയി. സോ ഡിഫറൻസ് എല്ലാം അവിടെ വർക്കാണ് അല്ലെ. അപ്പൊ അതായിരിക്കില്ല നമ്മുടെ പാറ്റേൺ വരിക. അപ്പൊ നമുക്ക് നല്ല ജമ്പ് വരുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെ എന്ത് വരുന്നുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു എലമെന്റ് വരുന്നുണ്ട്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ എലമെന്റ് ആദ്യം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെ വല്ല കോമ്പിനേഷൻ വരുന്നുണ്ടോ എന്ന് നോക്കാം. × 2 - 2. ഓക്കെ, ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് പറയണേ. ബാക്കി എല്ലാം അത് തന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കാം കേട്ടോ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 7 എങ്ങനെ 12 എന്നുള്ളതാണ്. സോ ഇവിടെ കണ്ടിട്ട് ഇതിനെ ഒന്നും നമുക്കൊരു ക്യൂബിനോടോ സ്ക്വയറിനോടോ ചേർക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 1 നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ നമുക്ക് ഉറപ്പിക്കായിരുന്നു. അപ്പം ആദ്യം കോമ്പിനേഷൻ ഉണ്ടോ എന്ന് നോക്കാം അല്ലേ. നോക്കാം അങ്ങനെ തന്നെ വരുന്നുണ്ടോ നോക്കാം. അതായത് നമുക്കുള്ള പോസിബിലിറ്റി 7 എങ്ങനെ 12 ഒന്ന് നമുക്കറിയാം ഇത് +5 ആണ്, പിന്നെ നമ്മൾ കണ്ടു ആ ഡിഫറൻസ് അല്ല വരാം. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഒരു എലമെന്റ് നോക്കിക്കഴിഞ്ഞാൽ 7ന്റെ 12ന്റെ അടുത്ത് വരുന്ന മൾട്ടിപ്പിൾ ഏതാണെന്ന് നോക്കാം. 7ന്റെ 12ന്റെ അടുത്ത് വരുന്ന മൾട്ടിപ്പിൾ ഇറ്റ്സ് 14 അല്ലേ, 14 ആയിരിക്കും. സോ ഇത് × 2 ചെയ്യുമ്പോൾ 14 വരും. പക്ഷെ അത് 12ലോട്ട് എത്തണമെങ്കിൽ അതിൽ നിന്ന് നമ്മളൊരു 2 മൈനസ് ചെയ്യും, കുഴപ്പമില്ല. അപ്പം അവിടെ എന്തായാലും നമുക്കൊരു മൾട്ടിപ്ലിക്കേഷൻ എലമെന്റ് കിട്ടിയിട്ടുണ്ട്. അതെല്ലാവരും വർക്ക് ആവണമെന്ന് നമുക്ക് അടുത്ത് നോക്കേണ്ടത്. × 2 - 2 എന്തായാലും ഇത് 12 ആയി. ഇനി 12 32 ആകണം അല്ലേ. എഗെയിൻ ഈ സെയിം സാധനം വർക്ക് ആവുമോ നോക്കാം. ഇത് × 2 ചെയ്താൽ 24 അല്ലേ, 24. അതിൽ നിന്ന് പിന്നെ 2 കുറച്ചാൽ 32 എന്തായാലും വരില്ലല്ലോ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ × 2 എന്നുള്ളത് × 3 ആക്കി നോക്കാം. × 3 × 3 അപ്പൊ 32ന് അടുത്തൊരു വാല്യൂ കിട്ടിയാലും മതിയാകും. ഓക്കെ ഓക്കെ, കിട്ടുന്നുണ്ടല്ലേ. 1 × 2 - 2 × 3 - 4 × 2 ചെയ്യുമ്പോൾ 36. ശരിയാ, 32ലേക്ക് എത്താൻ ഇവിടെ നിന്ന് ഒരു -4 ചെയ്താൽ മതി. സോ ഇത് × 3 - 4. ഓക്കെ, അപ്പൊ നമുക്ക് ഏറെക്കുറെ ഒരു പാറ്റേൺ ഐഡിയ വരുന്നുണ്ട്. അടുത്ത ഇനി 32 122 ആകണം. അപ്പം കൺഫേം ചെയ്യാം. ഇത് 2 3 അടുത്ത 4 ആയിരിക്കും, 4 ആയിരിക്കും അല്ലേ. 32 × 4 8, 4 12 128. അത് 22 ആണെങ്കിൽ 6 കുറച്ചാൽ മതി. സോ പാറ്റേൺ ക്ലിയർ ആയി അല്ലേ. അതായത് എന്തായി, × 2 - 2 × 3 - 4 അല്ലേ, × 4 - 6. അതായത് ഇവിടെ ഈവൻ നമ്പേഴ്സ്, ഇവിടെ ഒന്ന് കൂടി കൂടി വരും. അപ്പൊ നമ്മുടെ പാറ്റേൺ ഐഡന്റിഫൈ. അപ്പൊ എന്തായാലും അടുത്ത് എന്തായിരിക്കണം, 122ന്റെ കൂടെ × 5 - 8 ആയിരിക്കണം. സോ വാട്ട്സ് ആൻസർ എന്ത് വരും, 602 വരും അല്ലേ. നോക്കാം. × 5 10 11 6. 610ൽ നിന്ന് 8 പോയാൽ 602. ഓക്കെ, സോ നമ്മുടെ പാറ്റേൺ കിട്ടി. ഇതായിരിക്കും പാറ്റേൺ വരാം. ഓക്കെ അല്ലേ. ഇപ്പൊ ജസ്റ്റ് ചെക്ക്, നമുക്ക് എന്താ ചെയ്യാം, ജസ്റ്റ് പോസിബിലിറ്റീസ് എന്തൊക്കെ വരും ഇങ്ങനെ ചുമ്മാ ചെയ്ത് നോക്കിയാൽ മതി. ഒരുപാട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് സമയത്ത് കളയാൻ നിൽക്കരുത്. പ്രോബ്ലി കിട്ടും. ഓക്കെ, ആൻസർ വരിക 602. ഓക്കെ അല്ലേ. പ്രശ്നം ഓക്കെ ഓക്കെ അല്ലേ. ഓക്കെ ആണോടാ. അപ്പൊ ഇതിന് ആൻസർ അറിയാമോ, ഇതിന് ആൻസർ. ഓക്കേടാ, ഓക്കെ. ഉണ്ടടാ, ഉണ്ട്. നമുക്കത് ലാസ്റ്റ് വെച്ച്. ഓക്കെ, അടുത്ത ഇതെന്താ ആൻസർ കിട്ടിയേ. ഓക്കെ, എല്ലാവർക്കും ഡി ആണ് കിട്ടിയത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സോ ലെറ്റ്സ് സീ. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം. Yes. ഇത് നമുക്ക് സോൾവ് ചെയ്തും ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ
ഞാൻ 2-3 ഐഡന്റിറ്റീസ് പറഞ്ഞുതരാം, ജസ്റ്റ് അതൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ജസ്റ്റ് പഠിച്ചു വെക്കാം, എനിക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. സോ ഇതിന് ആൻസർ വരിക ഫസ്റ്റ് കേസ് എ നോക്കാം. എ ഇവിടെ എന്താ പറയുന്നത്, ഇഫ് എക്സ് പ്ലസ് 1/x = 2 ആണെങ്കിൽ എക്സ് മൈനസ് 1/x എന്താണ് എന്നാണ് ചോദ്യം അല്ലേ. സോ ഇത് ചെയ്യാനുള്ള ഒരൊറ്റ ഡയറക്റ്റ് രീതി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇഫ് ഈ ഫോമിലാണെങ്കിൽ ഈ ഐഡന്റിറ്റി ഈ ഫോമിലാണെങ്കിൽ മാത്രമേ ഇത് വർക്ക് ആകത്തുള്ളൂ കേട്ടോ. എക്സ് പ്ലസ് 1/x ഇഫ് എക്സ് പ്ലസ് 1/x = a, ഐഡന്റിറ്റി പറയണേ ഇക്വൽ ടു a ആണെങ്കിൽ എക്സ് മൈനസ് 1/x എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് a² - 4 ആയിരിക്കും. ഓക്കെ, ഈസ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് a² - 4. ഇവിടെ എന്താണ് a? ഇവിടെ a 2 ആണ് അല്ലേ, a 2 ആണ് തന്നിട്ടുണ്ട്. സോ എക്സ് മൈനസ് 1/x എന്ന് പറഞ്ഞാൽ എന്താവും, 2² - 4. അവയുടെ റൂട്ട് വരുമ്പോൾ നമ്മൾ എപ്പോഴും പ്ലസ് ഓർ മൈനസ് കൊടുക്കാറുണ്ട് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 - 4 എന്ന് വരും. അപ്പോൾ റൂട്ട് ഓഫ് 0 ഈസ് ഈക്വൽ ടു 0. ഓക്കെ അല്ലേ, a 0 വരും, a 3 വരുന്നിട്ട് ഉത്തരവേ ഉള്ളൂ d. ഓക്കെ, ജസ്റ്റ് ഈ ഐഡന്റിറ്റി ഒന്ന് പഠിച്ചാൽ വുഡ് ബി ഹെൽപ്ഫുൾ ഫോർ യു. ഓക്കെ, ഇഫ് എക്സ് പ്ലസ് 1/x = a ആണെങ്കിൽ എക്സ് മൈനസ് 1/x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് a² - 4. ഓക്കെ, ദെൻ അടുത്തത് ഓക്കെ, ഇതൊന്നും ഇത്രയുള്ളടാ. എക്സ് പ്ലസ് 1/x = a ആണ്. അങ്ങനെയെങ്കിൽ എക്സ് മൈനസ് 1/x എന്ന് പറയുന്നത് ഈ ഫോമിൽ തന്നെ വരണം കേട്ടോ. ആണെങ്കിൽ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് a² - 4 ആയിരിക്കും. ഇവിടെ ഈ a എന്ന് പറയുന്നതാണ് 2. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, എയുടെ സ്ഥാനത്ത് 2² - 4. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അതേ ഉള്ളൂ. ജസ്റ്റ് അതിനകത്തൊരു വാല്യൂ ഇട്ട് കൊടുക്കുക, ചെയ്യാം. നെക്സ്റ്റ്, ഇല്ലെങ്കിലും എന്താ ചെയ്യാം, നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വാല്യൂസ് എടുത്ത് ഇക്വേഷൻ അങ്ങനെയും ചെയ്യാം, നോ ഇഷ്യൂസ്. അപ്പം എന്തായാലും ഐഡന്റിറ്റി പഠിച്ചു വെച്ചാൽ അതായിരിക്കും നമുക്ക് എളുപ്പം. ഓക്കെ, ഏതെങ്കിലും ഒരു വേ പഠിച്ചു വെക്കാം. രണ്ടാമത് നമുക്ക് ഐഡന്റിറ്റീസ് ഒക്കെ ഒന്നിച്ച് പഠിക്കാം. ഓക്കെ, ഐഡന്റിറ്റീസ് ഒക്കെ ഒന്നിച്ച് പഠിക്കാം. അടുത്ത ഡി ഒന്ന് സോൾവ് ചെയ്യാം. ഇത് വേറൊരു ഐഡന്റിറ്റി ആണ്. ഇത് നോക്കുക, ഇഫ് x minus 1/x = a. ഓക്കെ, x minus 1/x = a ആണ്. അങ്ങനെയെങ്കിൽ then x² + 1/x² വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് a² + 2 ആയിരിക്കും. അതെങ്ങനെ പ്രയാസം വരാ, ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ. ഇപ്പൊ പഠിക്കാൻ പ്രയാസമായിരിക്കും, പക്ഷെ ഇത് പഠിച്ചുള്ള ഗുണം എന്താണെന്ന് അറിയാമോ, എക്സാമിന് വിത്തിൻ മിനിറ്റ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം അല്ലെ. പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡന്റിറ്റിയാണ്, പൊതുവെ നമ്മൾ പഠിക്കുന്ന ഒരു ഐഡന്റിറ്റിയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇപ്പൊ ഇച്ചിരി പാട് കേട്ടോ, എക്സാം ഹാൾ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാം. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ വിഷയം, ഇപ്പൊ നമ്മൾ എളുപ്പത്തിൽ പഠിക്കാവുന്ന മാർഗ്ഗമൊക്കെ നോക്കി കഴിഞ്ഞാൽ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നമുക്ക് മേ ബി അത് അത്ര കൺവീനിയന്റ് ആയിട്ട് ഫീൽ ചെയ്യില്ല. മേ ബി അവിടെ നമ്മൾ ഡിഫിക്കൽട്ട് ആവും. ഇതിപ്പം ഞാൻ ഈ ഒരു ഐഡന്റിറ്റി പഠിക്കാൻ ഇത്ര പാടുണ്ടാവും, പ്ലാറ്റ്ഫോം അതുപോലെ തന്നെ വരുന്നല്ലേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി കണ്ടു എന്ന് പറഞ്ഞ് ഇതേ മോഡൽ തപ്പി നിങ്ങൾ പോവാൻ നിൽക്കണ്ട. ഓക്കെ, തപ്പി പോവാൻ നിൽക്കണ്ട. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് മേ ബി ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്നൊക്കെ ഫീൽ ചെയ്യും. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെല്ലാം റിപ്പീറ്റ് ചെയ്ത് തന്നിട്ടുണ്ടോ ആ സാധനങ്ങളൊന്ന് പഠിച്ചിട്ട് പോവാം. മേ ബി ഇതുപോലെയുള്ള സാധനമൊക്കെ മാത്സിന് ഫോളോയിങ്ങിൽ കയറി പറ്റത്തുള്ളൂ. ഗുണം എന്താ, ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. അല്ലെങ്കിൽ കൂടിപ്പോയ 2 എണ്ണം ചെയ്യുമ്പോൾ ഉത്തരത്തിൽ നേരെ വന്നിട്ട് എത്താൻ പറ്റും. എല്ലാം ഒന്നും ചെയ്യാൻ നിൽക്കുകയും വേണ്ട. ഓക്കെ, അതുകൊണ്ട് അത് പാടാന്ന് വിചാരിച്ചെല്ലാം പഠിച്ചു. ഓക്കെ, ഇപ്പോഴും നമ്മൾ ഒരു കാര്യം ഒറ്റ ഷോട്ടിൽ എങ്ങനെ പഠിച്ചെടുക്കാവുന്നതിനെ കുറിച്ചാണ്. ഇപ്പൊ ബുദ്ധിമുട്ടിയാൽ അന്ന് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇറ്റ് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. സോ ഇപ്പോഴത്തെ ഒരു പ്രയാസം നിങ്ങൾ പേടിക്കണ്ട. ആ ഒരു ഫോം നിങ്ങൾ ഇപ്പൊ പഠിക്കാൻ പാടാണെങ്കിൽ ഒന്ന് എഴുതി നോക്കിയാൽ മതി. ഇഫ് x - 1/x = a ആണെങ്കിൽ ഇതൊന്ന് വരുമ്പോൾ ഇതിങ്ങനെ ആയിരിക്കും. കുറെ വട്ടം എഴുതുമ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് തന്നെ അതിങ്ങനെ പതിഞ്ഞു കിട്ടും. ഓക്കെ, അയ്യോ ഇത് ഞാൻ പഠിക്കണമല്ലോ, കാണാതിരിക്കണമല്ലോ.
ഫീൽ ചെയ്യുമ്പോൾ അതെല്ലാം ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, ഇത്രയൊക്കെ പഠിക്കാൻ ഇത് പഠിക്കാനാണ് പാട്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പഠിക്കണം, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി എക്സ് മൈനസ് വൺ ബൈ എക്സ് ഈക്വൽ ടു എ ആണ്. ദെൻ എക്സ് സ്ക്വയർ, ഇത് പൊതുവെ യൂസ് ചെയ്യാറുള്ള ഐഡന്റിറ്റിയാണ്. പൊതുവെ ജനറലി നമ്മൾ കോമൺ ആയിട്ടുള്ള സാധനം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു ഗോ ഫോർ ദിസ് വേ. പൊതുവെ ഉള്ളൊരു സാധനം എളുപ്പം പഠിക്കുന്നതല്ലേ എപ്പോഴും നല്ലത്. ഓക്കെ, റയർ ആയിട്ടുള്ള സാധനമൊക്കെയാണ് പൊട്ടം നിർത്താം. എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ടു ആണ്. നമ്മുടെ ഈ ഫോം അതിനല്ലേ എക്സ് മൈനസ് വൺ ബൈ എക്സ് ഈക്വൽ ടു 3 ആണ്. അതെ, എ എന്തായി 3 ആയി. അങ്ങനെയെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2, 3 square plus 2, that is equal to 9 plus 2, that is equal to 11. ഓക്കെ ഓക്കെ, ഈ ഫോം അങ്ങ് ഓടിച്ചു നോക്കുക. എക്സ് മൈനസ് വൺ ബൈ എക്സ് എ ആണെങ്കിൽ അത് ഇവിടെ എയുടെ വാല്യൂ 3 ആണ്. ആൻഡ് എ സ്ക്വയർ പ്ലസ് 2 ഇത്. ജസ്റ്റ് വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിന്റെ വേറൊരു ഫോം എങ്ങനെ വരും എന്ന് കാണിച്ചു തരാവേ. ഇതിന്റെ വേറൊരു ഫോം, അതായത് ഇഫ് എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഈക്വൽ ടു എ ആണെങ്കിൽ, ഓക്കെ, എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഈക്വൽ ടു എ ആണെങ്കിൽ ദെൻ അഗെയിൻ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് 2 ആയിരിക്കും. നോട്ട് ചെയ്ത് വെച്ചോ. ഇങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെയും ചോദിക്കാലോ. ഓക്കെ, എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഈക്വൽ ടു എ ആണെങ്കിൽ ദെൻ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് 2 ആയിരിക്കും. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ആവശ്യമായത് ഇത്, പിന്നെ ഇത് അതിന്റെ ഒരു കൂടെ വരുന്ന സാധനം. ഇത് നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ഐഡന്റിറ്റി ആണ്. ഒറ്റ വ്യത്യാസമുള്ളൂ. ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആയിരിക്കും, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആയിരിക്കും. ഓക്കെ, ഇതുപോലെ ഒരുപാടുണ്ടാവും. സോ തൽക്കാലം നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി. തൽക്കാലം ഇത്ര പഠിച്ചാൽ മതി. നിങ്ങളെ എല്ലാം പറഞ്ഞ് ഞാൻ പേടിപ്പിക്കുന്നില്ല. ഓക്കെ, ഇനിയും വരാനുള്ളതൊക്കെ വരട്ടെ. ഉള്ളത് നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് അത്ര ക്യൂരിയോസിറ്റി ആണെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ തപ്പിയാൽ കിട്ടും. പിന്നെ ഞാൻ പറയുന്നു, ഇതിന്റെ പുറകെ പോയി സമയം കളയാൻ നിൽക്കണ്ട കേട്ടോ. ഇപ്പോൾ ഉള്ളത് എന്താണോ അത് പഠിക്കാം. ഓക്കെ, ഒന്നുകൂടെ ഐഡന്റിറ്റി പറയാം. ഇഫ് എക്സ് മൈനസ് വൺ ബൈ എക്സ് ഈക്വൽ ടു എ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് 2 ആയിരിക്കും. ഇഫ് എക്സ് മൈനസ് വൺ ബൈ എക്സ് ഈക്വൽ ടു പ്ലസ് വൺ ബൈ എക്സ് ഈക്വൽ ടു എ ആണെങ്കിൽ ഇതെന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2 ആയിരിക്കും. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം, പഠിക്കാം. ഓക്കെ, ഈ ക്വസ്റ്റിനെ നമ്മൾ 3 ഐഡന്റിറ്റി പഠിച്ചു. തൽക്കാലം എത്ര പഠിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഈ ഐഡന്റിറ്റി പഠിക്കുന്നതിന്റെ ഗുണം എന്താണെന്നറിയാമോ? നമുക്കൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ അതേ ഫോമിലായിരിക്കില്ല തരിക. ഓക്കെ, ഐഡന്റിറ്റിന്റെ ഇടയ്ക്കുള്ള ഒരു ഭാഗം തന്നാ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവണം അതൊരു ഐഡന്റിറ്റി ആണ് എന്നാണ്. അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ ഇതിന്റെ ഡെറിവേഷൻ തൊട്ട് നമ്മൾ പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പം ഡി എന്ന് പറയുന്നത് എന്താണ്? 11 ആണ് എ. ഓക്കെ, ഇനി അടുത്തത് ബി എം സി ചെയ്ത് നോക്കാം. ബി എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1. ഓക്കെ, പറയാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 41. അങ്ങനെയെങ്കിൽ എക്സ് പ്ലസ് വൈ. ഓക്കെ, ഞാൻ പറയല്ലേ, നമ്മൾ ഈ ഐഡന്റിറ്റീസ് പഠിക്കുന്നതിന്റെ ഒരു ഗുണം അവിടെ എങ്ങനെ മനസ്സിലാവുന്ന വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ കണ്ട ഈ ക്വസ്റ്റ്യനിൽ നമുക്കത് മനസ്സിലാവും. മനസ്സിലാകുന്ന കാര്യം, സി എക്സ് മൈനസ് വൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എക്സ് പ്ലസ് വൈ. ഓക്കെ, ഇത് നമുക്ക് സോൾവ് ചെയ്തിട്ട് ഈ എക്സ് പ്ലസ് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കാണുന്നത് മനസ്സിലാവണം. ഇത് ഏതെങ്കിലുമൊക്കെ ഒരു ഐഡന്റിറ്റിയുടെ ഇടയിലുള്ള ഭാഗങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാകണം. ഇതിന് ഉത്തരം പറഞ്ഞായിരിക്കും അല്ലേ? യെസ്, അങ്ങനെ ഗസ് വർക്കും ചെയ്യാം. വാല്യൂസ് ഇട്ട് കൊടുത്ത് ചെയ്തായിരിക്കും. ആണോ? യെസ്, എന്തും ചെയ്യാം, നോ ഇഷ്യൂസ്. ഉണ്ടാവും ഒന്നെങ്കിൽ ഏതെങ്കിലും ഐഡന്റിറ്റി വർക്കാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നമുക്ക് വാല്യൂസ് ഇട്ടും ചെയ്ത് നോക്കാം. നോ ഇഷ്യൂസ്. ഓക്കെ, മോസ്റ്റ് പ്രോബബ്ലി ഐഡന്റിറ്റി സോൾവ് ചെയ്യാം. സി നമ്മൾ ഈ ഒരു സാധനം കണ്ടിട്ടുള്ളത് പൊതുവെ എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിലും എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിലും ആണ് അല്ലേ?
അതിനകത്ത് വരുമ്പം ഒരു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഉണ്ട്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഉണ്ട് അല്ലേ. കാണുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന നമുക്ക് ഫീൽ ചെയ്യും. നോ ഇഷ്യൂസ്, കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ റെഡി ആയിക്കോളും. ഇനിഷ്യലി ഉള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, സോ നമ്മളിവിടെ എന്താ ചെയ്യാ, ഇവിടെ നമുക്ക് ആദ്യം നമ്മുടെ ആദ്യത്തെ സാധനം എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ. അതിനെ പിടിച്ച് സ്ക്വയർ ചെയ്യാം. ഇതെന്തായി, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy ഈക്വൽ ടു 1. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് 2xy സ്ക്വയർ ഇതിന്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലേ, 41 മൈനസ് 2xy ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായി, 1 ഇങ്ങോട്ടുണ്ടല്ലേ, 2xy അങ്ങോട്ടുണ്ട്. 41 മൈനസ് 1, 40 ഈസ് ഈക്വൽ ടു 2xy. 40 ഈക്വൽ ടു 2xy. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് സ്ക്വയർ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാം. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ, എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായി, ഓക്കെ ഞാൻ ഇവിടെ തന്നെ എഴുതുന്ന പോലെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. നമുക്ക് ഒറ്റടിക്ക് ചെയ്യാവുന്ന നല്ലത്. അതെന്ത് ചെയ്താൽ മതി, നമുക്ക് നമ്മൾ ചെയ്യുന്ന സാധനത്തിനകത്തോട്ട് ഇത് വരണം, കാരണം അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട് ആൻഡ് ഇതും വേണം അല്ലേ, ഇതും വേണം. സോ നമുക്ക് ഒറ്റടിക്ക് ചെയ്യാം, ആയിരിക്കും നല്ലത്. എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവർ എക്സ്പാൻഡ് ചെയ്യാം. എന്തായി, എക്സ് സ്ക്വയർ മൈനസ് പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy പ്ലസ് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. ഓക്കെ, ഇനി എന്തായി, ഈ 2xy ഈ 2xy ക്യാൻസൽ ആയി. പിന്നെ എന്തുണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അതായത് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിന്റെ വാല്യൂ നമുക്ക് എന്തറിയാം, 41 ആണെന്നറിയാം അല്ലേ. 2 ഇൻറ്റു 41 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായി, 82 എന്ന് വരും. ഓക്കെ, 82 എന്ന് വരും. ഇത് എക്സ്പാൻഡ് ചെയ്ത് ദാറ്റ് ഇസ് ഈക്വൽ ടു 82. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ദിസ് ഇസ് ഈക്വൽ ടു 82 എന്ന് എഴുതാം. ഓക്കെ, എക്സ് മൈനസ് വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ, 1 സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 82. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 82. ഇത് 1 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇത് 81 ആവും. അപ്പം എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് 81 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 9 എന്ന് വരും. നേരത്തെ പറഞ്ഞാലും ചെയ്യാം. ക്യാൻ ഡു എനിവേ. ഇത് പെട്ടെന്ന് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്ത് തീർത്തന്നേ ഉള്ളൂ. ഒറ്റടി ഒന്നും കൂടെ കാണിച്ചുതരാം, ഒറ്റടിക്ക് ഒന്നുകൂടെ കാണിച്ചുതരാം. ഇതിനകത്ത് ഒരു സ്പേസിന്റെ പ്രശ്നമാണ്. ഇത്രയേ ഉള്ളൂ, എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, നമുക്കിന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താവും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy. രണ്ടാമത്തേന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൈ ദ എക്സ് മൈനസ് വൈ 1 ആണ് തന്നിട്ടുണ്ട് അല്ലേ, ദിസ് ഇസ് 1 സ്ക്വയർ തന്നെ എടുക്കാം. പ്ലസ് എക്സ് പ്ലസ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്, ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇവിടെ ഇതും ക്യാൻസൽ ആവും. മിച്ചം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അതായത് മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 41 ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഇതെങ്ങനെ വരും, എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 41. ഓക്കെ, ഇൻറ്റു x plus y the whole square is equal to
ഇത് 82 ആണ്. ഈ കിടക്കുന്ന 1 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ -1. അതെ, ഇവിടെ പ്ലസ് ആണ്. ഓക്കെ, -1 ആണ്. ഇതെന്തായി? x+y² = 81. അങ്ങനെയെങ്കിൽ x+y എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? √81. റൂട്ട് വരുമ്പോൾ അവിടെ എന്ത് വരും? പ്ലസ് ഓർ മൈനസ് നമ്മൾ എഴുതാറുണ്ട് അല്ലെ? പ്ലസ് ഓർ മൈനസ് x = 9. അതായത് രണ്ട് ഐഡന്റിറ്റീനെ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് സം ചെയ്താൽ മതി. കാരണം നമുക്ക് ഈ x²y² എന്ന ഫോമും x+y എന്നുള്ള ഫോം x-y എന്നുള്ള ഫോം എല്ലാം അതിൽ നിന്ന് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ സിംപ്ലി നമുക്ക് എന്ത് ചെയ്യാം? എക്സിനും വൈനും 1, 2, 3 എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി? ഓരോ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഈ രണ്ട് എങ്ങനെ കിട്ടിയെന്നോ? എടാ, ഇവിടെ x² + x² 2x², y² + y² + 2y². 2നെ കോമൺ വെളിയിൽ എടുത്താൽ ഇതെങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അതിനൊറ്റടി ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. സിംപ്ലി വെറുതെ ഈ x² + y² നമുക്ക് 1, 2, 3, എക്സിന് 1, വൈക്ക് 2, അങ്ങനെ ഓരോ വാല്യൂ ഇട്ടാണെങ്കിലും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ഇങ്ങനെ വേണം. ഇത് നമുക്ക് ഐഡന്റിറ്റീസ് ഒക്കെ അറിയാന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇത് ഞാൻ ഐഡന്റിറ്റീസ് കുറച്ചൊക്കെ അറിഞ്ഞിരിക്കുന്നതിൽ ഒരു ഗുണമുണ്ട്. ഓക്കെ, ഓക്കെ, ഇനി സി ചെയ്യാം അല്ലെ? സി എങ്ങനെ ചെയ്യാം? സി 1 - 1/x = 2 ആണ്. അങ്ങനെയെങ്കിൽ 1 + 1/x². കണ്ടുപിടിക്കാൻ ജസ്റ്റ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? എക്സിന്റെ വാല്യൂ കിട്ടുമല്ലോ ഇല്ലേ? ഇതെന്തായിരിക്കും? ഇതെന്ന് പറഞ്ഞാൽ എൽസിയം എടുക്കുന്നതിന് മുന്നേ നമുക്ക് വേണം എന്ത് ചെയ്യാം? -1/x എന്ന് പറഞ്ഞാൽ ഈ 1 ഇങ്ങോട്ടുണ്ടായാൽ ഇത് 2 - 1 ആവും അല്ലെ? -1/x = 1 എന്ന് വരും. സോ ഇതിനെ ക്രോസ് ചെയ്യുമ്പോൾ x = -1. ഇതിനിങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു? x = -1. എക്സിന്റെ വാല്യൂ -1 എന്ന് കിട്ടി. അപ്പൊ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ പോരെ? 1 + 1/-1² that is equal to 1 + 1/1. 1/1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് അല്ലെ? സോ 1 + 1 = 2 എന്ന് വരും. ഓക്കെ, ഓക്കെ ആണോ? ഇത് സിമ്പിളി, അതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. ചുമ്മാ ഒരൊറ്റ വേരിയബിൾ അല്ലേ ഉള്ളൂ. സോ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക ആൻഡ് എന്ത് ചെയ്യുക? അടുത്തതിനകത്തോട്ട് എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക ചെയ്യുക. ഓക്കെ ആണോ? കുറെ പുകയായി കാണും. നോ ഇഷ്യൂസ്. -1. സി എടാ, ഇവിടെ ഈ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് 1 - 1/x = 2. ഞാൻ ഈ 1നെ മാത്രമേ അങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ളൂ. മിച്ചം ആരൊക്കെ ഉണ്ട്? -1/x ഉണ്ട് അല്ലേ? ഈ 1 അങ്ങോട്ട് പോകുമ്പോൾ 2 - 1 1 ആകും. ഓക്കെ, നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ എന്താവും? ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ /1 ആയിരിക്കുമല്ലോ. സോ ദിസ് ഈസ് -1 = x എന്ന് വരും. എക്സിന്റെ വാല്യൂ -1 ആണ്. ഓക്കെ, ഈ -1നെ എക്സിന്റെ സ്ഥാനത്ത് ഇട്ടാൽ മതി. 1 + 1/-1² ഓക്കെ, അതെന്താവും? 1 + 1/1. 1/1 അഗെയിൻ 1 തന്നെയാണ്. സോ 1 + 1 = 2. ഓക്കെ, കുറച്ച് ചെയ്തെടുത്താൽ മതി, കുഴപ്പമില്ല, ശരിയായിക്കോളും. ഓക്കെ, 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 വിട്ടേരെ. അത് കിട്ടുന്നില്ല എന്ന് വിട്ടേരെ. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കിയാണ് ശരിയായിക്കോളും. ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് നമുക്ക് ഏതാണ് പരിചയമായിട്ടുള്ള രീതി, നമ്മൾ ചെയ്തു പഠിച്ച രീതി, അത് തന്നെയായിരിക്കും എപ്പോഴും കൺവീനിയന്റ് കേട്ടോ. അറിയാത്തവർക്ക് പിന്നെ കേൾക്കുന്നതായിരിക്കും എപ്പോഴും. അവർക്ക് അറിയാത്തവരൊക്കെ ഞാൻ പറയുന്നത് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യും. നോ ഇഷ്യൂസ്. ഇല്ലാതെ അതുപോലെ പഠിച്ചാൽ മതി. വേറെ ആരും പഠിക്കാൻ നിൽക്കണ്ട. അറിയാവുന്നവര് നമ്മൾ എന്താണോ ചെയ്ത് പഠിച്ചിട്ടുള്ളത്, മേ ബി ലെങ്തി ആയിരിക്കും. നോ ഇഷ്യൂസ്. കുറച്ച് സ്റ്റെപ്സ് അധികമുള്ള സംഭവമൊക്കെ ആയിരിക്കും. അതൊന്നും വിഷയമല്ല. നമുക്ക് കൺവീനിയന്റ് ഏതാണോ അത് മതി. എപ്പോഴും നമുക്ക് ഒരു കാര്യം തന്നെ പല രീതിയിൽ സ്വിച്ച് ചെയ്ത് പഠിക്കാൻ പറഞ്ഞാൽ എപ്പോഴും ഡിഫിക്കൽട്ട് ആണ്. ഏതെങ്കിലുമൊക്കെ ഒരു രീതി പഠിച്ചു വെക്കുക. അറിയാത്തതിന് പിന്നെ വിഷയമില്ല. എനിക്ക് ഏതെങ്കിലും കിട്ടിയാൽ മതി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ആ ക്വസ്റ്റ്യൻ കിടക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? എടാ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാമോ? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ
ലെറ്റ് നമുക്ക് ചെയ്യാം, ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഓരോ ഓപ്ഷനായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യത്തിന്റെ ഉത്തരം എന്താ? എയുടെ ആൻസർ എന്താണ്? എല്ലാവരും കിളി പോയാ? എന്താണ്, എല്ലാവരും ഓക്കെ അല്ലേ? നമുക്കിങ്ങനെ പല കൊല്ലത്തിൽ പല രീതിയിൽ അത് കിടക്കും. നോ ഇഷ്യൂസ്. ഓക്കെ, നിങ്ങൾ ഓക്കെ ആയിട്ടിരുന്നാൽ മതി, എല്ലാം റെഡിയാവും. ഉറക്കം വരുന്നോ? ഓക്കെ, കുഴപ്പമില്ല, കണ്ടിന്യൂ. അങ്ങനെയാണ്, എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ സ്മൂത്ത് ആയിരിക്കണം. കുറച്ച് റിലാക്സ്ഡ്, എല്ലാം കൂടെ ഇങ്ങനെ ഒന്നിച്ച് വെക്കുമ്പോൾ നമുക്ക് തന്നെ ഇടയ്ക്ക് സംഭവിക്കുന്നൊക്കെ ഫീൽ ചെയ്യും. കുറെ കഴിയുമ്പോൾ അതൊക്കെ റെഡി ആയിരിക്കും. ഓക്കെ, A3 വരും അല്ലേ? A3 വരും. അത് കുഴപ്പമില്ല, അതുകൊണ്ട് ഒന്ന് ബേസിക്സ് പഠിച്ചാൽ മതി. ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ എന്താ? സിമ്പിൾ ആണല്ലേ. 343 the whole raised to 1/3 minus 81 the whole raised to 1/4. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഒരു minute. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാവേ. ഇതെന്താണ്? ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ദി ക്യൂബ് റൂട്ട് ഓഫ് 343 മൈനസ് ഫോർത്ത് റൂട്ട് ഓഫ് 81. ഫോർത്ത് റൂട്ട് ഓഫ് 81. ഓക്കെ, ഇത് നമുക്ക് നമ്മൾ പറഞ്ഞല്ലോ, നമ്മളിത് പഠിക്കണം കേട്ടോ. ക്യൂബ് ഒരു ആദ്യം 20 പഠിച്ചു നോക്കണം. 343 എന്ന് പറഞ്ഞാൽ 7ന്റെ ക്യൂബാണ്. ആൻഡ് ഇത് എന്തിന്റെ ഫോർത്ത് റൂട്ടാന്ന് ചോദിച്ചാൽ ഇത് 3 റേസ് ടു ദ പവർ ആണ് 81. ഇത് ചുമ്മാ അറിയില്ല, ഇങ്ങനെ ചെയ്ത് നോക്കിയാലും മതി. ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതിന്റെ ചെറിയ നമ്പേഴ്സ് ഇട്ട് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്കറിയാം 81 എന്ന് പറഞ്ഞാൽ 9 × 9 ആണ്. മാക്സിമം ഇതിന്റെ ചെറിയ ഫാക്ടേഴ്സ് എടുക്കുക. ദാറ്റ് ഈസ് ഇത് 3 × 3 ആയിരിക്കും, ഇത് 3 × 3 ആയിരിക്കും. ഫോർത്ത് റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിന്റെ 4 ചേരുമ്പോൾ ഒരു പെയർ ആയിട്ട് വരണം. ഓക്കെ, അപ്പം എന്തായാലും ഇത് 3 ചേർന്ന് ഒരു 4, ശരി, 3 4 ചേർന്നിട്ട് ഒരു പെയർ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇതെന്താണ്? 3ന്റെ ഫോർത്ത് പവർ ആണ് 81 എന്ന് പറയുന്നത്. ഓക്കെ, ചുമ്മാ ഡിവൈഡ് ചെയ്ത് നോക്കിയാലും മതി, നമുക്കത് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. സോ A3 വരുന്ന രണ്ട് ഓപ്ഷൻ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ചെയ്യാം. അടുത്തത് ബി എന്തായാലും 4 ആണ്. ബി എന്തായാലും 4 ആണ്. സിയും ഡിയോ കണ്ടുപിടിച്ചാൽ മതി. സോ സി കണ്ടുപിടിക്കാം അല്ലേ? എളുപ്പല്ലേ? 1.01 the whole square minus 1 square by 1.1 plus 1. ഓക്കെ, ഇതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. സി, ഈ മേളിൽ കിടക്കുന്ന ആള്, ഇതിനെ എ എന്ന് എടുത്താൽ ഇതിനെ ബി എന്ന് എടുത്താൽ ഇതെന്തായിരിക്കും? A² - B² ഫോമിലല്ലേ കിടക്കുന്നത്? ന്യൂമറേറ്റർ A² - B² ഫോമിലല്ലേ കിടക്കുന്നത്? ആണല്ലേ? ഇപ്പൊ A² - B² എന്ന് പറഞ്ഞാൽ എന്താണ്? A + B × A - B. എക്സ്പാൻഡ് ചെയ്യാം. A + B × A - B, അതായത് 1.01 + 1 × 1.01 + 1 അല്ല -1 -1 A + B × A - B divided by 1.01 + 1. ഇതും ക്യാൻസൽ ആവും അല്ലേ? ബാക്കി എന്തുണ്ട്? 1.01 - 1. ബാക്കി അത് തമ്മിൽ മൈനസ് മിച്ചം 0.01 അല്ലേ? 0.01 നമുക്ക് എന്തെന്ന് എഴുതാം? 1/1
100 എന്ന് എഴുതാം അല്ലെ. സോ ഇതായിരിക്കും എന്റെ C1 വരും. C1 വരും. A ആയിരിക്കും ഉത്തരം വരിക അല്ലെ. A ആണ് ആൻസർ വരിക. ഓക്കെ ഓക്കെ ആണോ? അത് മനസ്സിലായോ? 343. എടാ ഇത് 343 എന്ത് ചെയ്താൽ മതി? സി, ഇത് എത്ര ക്യൂബാന്നല്ല കണ്ടുപിടിക്കേണ്ടത്. ഇതും ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇതിന്റെ ഏറ്റവും ചെറിയ, എപ്പോഴും നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, എപ്പോഴും നല്ലത് ഇതിന്റെ ചെറിയ പ്രൈം ഫാക്ടേഴ്സ് എടുക്കുന്നതാണ് നല്ലത്. മാക്സിമം പ്രൈം ഫാക്ടേഴ്സ് എടുക്കുന്നതാണ് നല്ലത്. ബി ചെയ്യാം ഫാക്ടേഴ്സ് എടുക്കാൻ നല്ലത്. അപ്പം 343 കൊണ്ട് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൈം ഫാക്ടറിനെ ആദ്യം കണ്ടുപിടിക്കാം. നമ്മൾ ആദ്യം ചെയ്യാം. 343 എന്തായാലും ആദ്യം 2 പറ്റില്ല അല്ലെ, ഈവൻ നമ്പർ അല്ല, പറ്റില്ല. പിന്നെ 3 പറ്റുമെന്ന് എങ്ങനെ നോക്കാം? 3 3 6, 6 4 10, 3 ഡിവിസിബിൾ അല്ല. ഓക്കെ, ഡിവിസിബിലിറ്റി റൂള് ചെക്ക് ചെയ്ത് നോക്കാം. 344 3 കൊണ്ട് പറ്റില്ല, 2 കൊണ്ട് പറ്റില്ല, 3 കൊണ്ട് പറ്റില്ല. അടുത്ത പ്രൈം നമ്പർ 5 കൊണ്ട് പറ്റോ? ഇല്ല. എങ്കിൽ 5 0 ആയി വരണമെങ്കിൽ 5 കൊണ്ട്. പിന്നെ അടുത്ത് വരാവുന്ന ആൾ 7 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, 7 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. പോസിബിൾ ആകുമോ എന്ന് ചോദിച്ചാൽ നോക്കണം. 7 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. കാരണം 7ന്റെ പല ഫാക്ടേഴ്സിനും അവസാനം 3 വരുന്നുണ്ട് അല്ലെ. നമുക്ക് നോക്കാം. 43 ഡിവൈഡ് ബൈ 7 എന്താ വരാ? 4 28 14 23 63 9 കണ്ടോ, 49. ഓക്കെ, പിന്നെ അടുത്തത് ഏതാ വരാ? 49 നമുക്ക് എഗെയിൻ 7 കൊണ്ട് തന്നെ ചെയ്യാം അല്ലെ, കാരണം 7 സ്ക്വയർ ആണ് 49. എഗെയിൻ 7, പിന്നെ ഇത് 7 കിട്ടും. ഓക്കെ, മാക്സിമം അത് 7 കൊണ്ട് എല്ലാം ഡിവിസിബിൾ ആവും. ഇനി നമ്മൾ ക്യൂബ് എടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സെയിം നമ്പേഴ്സിനെ 3ന്റെ ഒരു സെറ്റ് ആയിട്ട് എടുക്കണം. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിവിടെ 7 എടുക്കുന്നെങ്കിൽ 7ന്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പക്ഷം 3 7 ഉണ്ടാവണം. എങ്കിൽ ആ 3 7 നമുക്ക് ഒറ്റ സെറ്റ് ആയിട്ട് കണക്കാക്കാം. അതായത് 3 7 ഉണ്ട് അല്ലെ. അപ്പം ഇതിൽ നിന്ന് ഒരു 7നെ പുറത്തോട്ട് എടുക്കണം. ഇവിടെ വേറെ നമ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് എന്ത് തന്നെയായിരിക്കും? 7ന്റെ ക്യൂബാന്ന് നമുക്ക് പറയാം. ഓക്കെ, നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കിയാലും മതി. സ്ക്വയർ ആണെങ്കിൽ ഒരു നമ്പറിന് ഈ രണ്ട് വെച്ചുള്ള സെറ്റ് ആക്കണം. എന്നിട്ട് അതിൽ നിന്നത് പുറത്തിട്ട് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ക്യൂബ് ആണെങ്കിൽ 3 ചേരുമ്പോൾ ഒരു സെറ്റ് ആവും. എന്നിട്ട് അതിൽ നിന്നത് വെളിയിലെടുക്കണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ക്യൂബും സ്ക്വയറും ഡിവൈഡ് ചെയ്തേണ്ടിരിക്കുക. ഓക്കെ, ഓക്കെ. So you can continue. Okay. Okay, okay. നമ്മൾ എവിടം വരെ ചെയ്തു? ഓക്കെ, ദെൻ ഏതൊക്കെ നമ്മൾ ഓപ്ഷൻ ചെയ്തു? എയും ചെയ്തു, സിയും ചെയ്തു. ഇനി അടുത്ത് എന്ത് ചെയ്യാം? ബിയും ഡിയും ചെയ്യാം അല്ലെ. ബിയും ഡിയും ചെയ്യാം. ബി ചെയ്യാൻ എന്ത് ചെയ്യണം? ഡി ചെയ്തില്ല. ഓക്കെ, ഡി ചെയ്തു. ബി ചെയ്യാൻ എന്ത് ചെയ്യണം? 2⁻8 ഇൻറ്റു 4⁻3 ഇൻറ്റു 8⁻3 ഈക്വൽ ടു 2⁻x. ഓക്കെ, പവറിൽ കിടക്കുന്നതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം?
എപ്പോഴും നമ്മുടെ ബേസുകൾ തമ്മിൽ ബേസ് സെയിം ആണെങ്കിൽ, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ബേസ് സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. സെയിം അല്ല എങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡില്, റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും എന്ത് ചെയ്യണം? ബേസുകളെ നമ്മൾ എന്ത് ചെയ്യണം? സെയിം ആക്കണം. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എന്തായാലും 2 ആണല്ലേ ബേസ് വരിക. സോ നമുക്ക് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നതിന് എന്ത് ചെയ്യാം? എല്ലാത്തിനെയും 2ന്റെ ബേസിൽ കൊണ്ടുവരാം. 2ന്റെ ബേസിൽ കൊണ്ടുവരുമ്പോൾ എങ്ങനെ വരും? 2�8 ഇൻറ്റു 4നെ നമുക്ക് 2⁻² എന്ന് എഴുതാം അല്ലേ? ദ ഹോൾ റൈസ് ടു 3 ഇൻറ്റു 8നെ 2³ എന്ന് എഴുതാം. റൈസ് ടു 3 is equal to 2⁻x. ഇതെങ്ങനെയായി? 2⁻8 ഇൻറ്റു 2 ഇൻറ്റു 3 6 ഇൻറ്റു ഇത് 3 ഇൻറ്റു 3 അല്ലേ? 2⁹ which is equal to 2⁻x. നമുക്ക് ഇതെങ്ങനെ വരും? 2⁻m ഇൻറ്റു a⁻n നമുക്കറിയാം. a⁻m പ്ലസ് n ആണ് അല്ലേ? ഈ പവറുകളെല്ലാം ആഡ് ചെയ്താൽ മതി. 8 6 14, 14 9 23. ദാറ്റ് ഈസ് ഇക്വൽ ടു 2x. സോ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് തന്നെയായിരിക്കും 23 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ വരുന്ന കേസുകളിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? പവറിൽ കിടക്കുന്ന എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ബേസുകളെല്ലാം സെയിം ആക്കുക. ഓക്കെ, എന്നിട്ട് പവർ തമ്മിൽ എന്ത് ചെയ്താൽ മതി? കമ്പയർ ചെയ്താൽ മതി. ഓക്കെ, ദെൻ ഡി അല്ലേ? ഡി എന്താ ചെയ്യുന്നത്? ഇവിടെ ലെങ്ത് ഓഫ് ദ ട്രെയിൻ കണ്ടുപിടിക്കാൻ. ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം, എ ട്രെയിൻ മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 90 km/h. ഇവിടെ ട്രെയിനിന്റെ കേസ് ആണ് അല്ലേ? ട്രെയിനിന്റെ സ്പീഡ് തന്നിട്ടുണ്ട് 90 km/h. ഓക്കെ, ദെൻ ഇറ്റ് ക്രോസസ് എ പ്ലാറ്റ്ഫോം ഓഫ് ലെങ്ത്. ക്രോസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 100 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ആൻഡ് തന്നിരിക്കുന്ന ടൈം 12 സെക്കൻഡ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ട്രെയിനിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, എന്ത് ചെയ്താൽ മതി? സിമ്പിളി നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, നമ്മുടെ സ്പീഡിന്റെ ഇക്വേഷൻ അറിയാലോ? സ്പീഡ് ഇസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സെയിം ഈ ഒറ്റ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ ചെയ്യും. ഇവിടെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ട്രെയിനും ഉണ്ട് പ്ലാറ്റ്ഫോമിന്റെ ലെങ്തും ഉണ്ട് അല്ലേ? കടന്നു പോകുന്ന ട്രെയിനും ഉണ്ട് പ്ലാറ്റ്ഫോമിന്റെ ലെങ്തും ഉണ്ട്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു ചേഞ്ച് വരിക എന്നുള്ളത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, നമ്മുടെ ഇവിടുത്തെ ഡി എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് പ്ലസ് ട്രെയിനിന്റെ ലെങ്ത് ആയിരിക്കും. ഓക്കെ, അതൊറ്റ കാര്യം മാത്രമേ അഡീഷണൽ വരുന്നുള്ളൂ. ഇത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ആയിരിക്കും. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, ഇവിടെ ഒരു മാറ്റം കൂടെ വരുത്താനുള്ളത് എന്താ? സ്പീഡ് km/h തന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ നമുക്ക് മീറ്ററും സെക്കൻഡും ഒക്കെയാണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? km/h മീറ്റർ/സെക്കൻഡിലോട്ട് വരണം. 90 km/h മീറ്റർ/സെക്കൻഡിലോട്ട് ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 2 കൊണ്ട് വെട്ടിയാൽ 45, ഇത് 2 കൊണ്ട് വെട്ടിയാൽ 9, 9 വെട്ടിയാൽ 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 25 മീറ്റർ/സെക്കൻഡ്. ജസ്റ്റ് നമ്മൾ ഇതിനെ ഒന്ന് മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റി എഴുതി കഴിഞ്ഞോളൂ കേട്ടോ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് ഇതെങ്ങനെ എഴുതാന്ന് ചോദിച്ചാൽ, സ്പീഡ് ഇസ് ഇക്വൽ ടു ഡിസ്റ്റൻസിന്റെ സ്ഥാനത്ത് ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ബൈ ടൈം എന്ന് എഴുതാം. ഓക്കെ, സ്പീഡ് നമുക്കറിയാം 25 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ട്രെയിൻ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്, പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് 100 തന്നിട്ടുണ്ട്. ദെൻ ടൈം ഇസ് ഈക്വൽ ടു 12 തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം? 25 × 12, ദാറ്റ് ഈസ് ഈക്വൽ ടു ട്രെയിനിന്റെ ലെങ്ത് പ്ലസ്. ഓക്കെ, 25 × 12 300 ആണോ? 300 ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് 100. അപ്പം ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 300 മൈനസ് 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 200. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ഇതിനകത്ത് ട്രെയിനിന്റെ കേസ് വരുമ്പോൾ പറയാടാ, ട്രെയിനിന്റെ കേസ് വരുമ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യണം അല്ലേ? 2 കാര്യങ്ങൾ നോട്ട് ചെയ്യേണ്ടതേ ഉള്ളൂ. ചില കേസിൽ നമ്മുടെ ട്രെയിന് പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്ത് പോകുന്നു എന്ന് പറയും. അങ്ങനെ കേസ് പറയാറുണ്ട്. ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പോകുന്നു എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള കേസിൽ ഈ പ്ലാറ്റ്ഫോം ബ്രിഡ്ജിനൊക്കെയാണ് മൂവ് ചെയ്ത് പോകുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ലെങ്തും കൂടി ആ ഡിസ്റ്റൻസിനകത്ത് ആഡ് ചെയ്യണം. ട്രെയിനിന്റെ ലെങ്തും ആ പ്ലാറ്റ്ഫോം ആയിട്ട് ബ്രിഡ്ജ് ആയിട്ട് അവരുടെ ലെങ്തും കൂടെ ചേരുന്നതായിരിക്കും നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ
ഇൻ കേസ് നമ്മളൊരു പോളോ വെറുതെ നിൽക്കുന്ന മനുഷ്യനെയോ ഒക്കെയാണ് നമ്മൾ ട്രെയിൻ ക്രോസ് ചെയ്ത് പോകുന്നത് എന്ന് പറയുന്നത്. വെറുതെ പോളോ അല്ലെങ്കിൽ വെറുതെ നിൽക്കുന്ന ഒരു പോള്, ഒരു തൂണോ അല്ലെങ്കിൽ വെറുതെ നിൽക്കുന്ന ഒരു മനുഷ്യനെ ക്രോസ് ചെയ്ത് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? വേറൊന്നും ചെയ്യേണ്ട, സാധാരണ സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്യുന്നത്. അതിനകത്ത് മാറ്റമൊന്നും വരുന്നില്ല. ഇവിടെ നമ്മുടെ ബ്രിഡ്ജ്, പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ഒക്കെ വരുമ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിന്റെ ലെങ്തും അവയുടെ ലെങ്തും കൂടെ ആഡ് ചെയ്തിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. സോ ഇവിടെ ഇത്രയേ ഉള്ളൂ. സ്പീഡ് തന്നിട്ടുണ്ട്. ഓക്കെ, സ്പീഡിനെ നമ്മൾ എന്ത് ചെയ്തു? മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ ഇത് 25 മീറ്റർ പെർ സെക്കൻഡ് ആയി. പിന്നെ നമുക്ക് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് 100 മീറ്റർ തന്നിട്ടുണ്ട്. ആൻഡ് ടൈം ഈസ് ഈക്വൽ ടു 12 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. സിംപിളി ഇവിടുത്തെ ട്രെയിനിന്റെ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. സോറി, ട്രെയിനിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. സി, ട്രെയിനിന്റെ ലെങ്തും പ്ലാറ്റ്ഫോമിന്റെ ലെങ്തും ഒക്കെ തരുന്ന കേസിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ആയിരിക്കും. ഓക്കെ, സിംപിളി ഇത് നമ്മുടെ ഡിസ്റ്റൻസ് സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള ഇക്വേഷനിലേക്ക് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ എന്ത് ചെയ്താൽ മതി? സ്പീഡ് ഇസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ പോവാം. ഇസ് ഈക്വൽ ടു 25 ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് 100 തന്നിട്ടുണ്ട് അല്ലേ, ഡിവൈഡ് ബൈ ടൈം 12. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് എന്തായി? 300 ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് 100. അപ്പം ട്രെയിനിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ എന്തായി? 300 മൈനസ് 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 200. ഓക്കെ, ഈ വരുന്ന ഈ ഒരു ചേഞ്ച് മാത്രം ഒന്ന് നോട്ടീസ് ചെയ്താൽ മതി. ഓക്കെ, പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? ട്രെയിനിന്റെ ലെങ്തും പ്ലാറ്റ്ഫോം ലെങ്തും കൂടുന്ന എഴുതി അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നമ്മൾ സാധാ സിംപ്ലി ചെയ്യുന്ന പോലെ എഴുതി. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആണല്ലേ? കോഡിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഓപ്പോസിറ്റ് ട്രെയിനും രണ്ടും ആണെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം ലേറ്റർ, ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, തൽക്കാലം നിങ്ങൾ ഇത്രയും നോട്ട് ചെയ്യാം. ട്രെയിനിന്റെ പല കേസസ് വരുന്നുണ്ട്. ഓപ്പോസിറ്റ് വരുന്ന കേസുണ്ട്, ഓടുന്ന മനുഷ്യന്റെ കൂടെ ഉള്ളതുണ്ട്, രണ്ട് ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കേസുണ്ട്. ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാം കൂടെ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് അത് എന്തോ പോലെ ആയിരിക്കും അല്ലേ? എല്ലാം കൂടെ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാൻ. ഇതിൽ ഒരു സെഷനും കൂടെ നമുക്ക് അത് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്കൊന്ന് PYQ എല്ലാം കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. സോ ഒരൊറ്റ സെഷൻ ഉണ്ടാവും. ആ സെഷനിൽ നമുക്ക് എന്തൊക്കെ നോയിൻസ് നോട്ട് ചെയ്യണം അതെല്ലാം നമുക്ക് കവർ ചെയ്ത് പോകാം. ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് ഇത് കണ്ടിന്യൂ. ഇതെന്താണ് ആൻസർ വരിക? കോഡിംഗ് അല്ലേ? കോഡിംഗ് ആണല്ലേ? ഇവിടെ എന്താ വിഷയം? എന്തായിരുന്നു ആൻസർ എന്താ കിട്ടിയത്? സിംപ്ലി എടാ ഇത് നോക്ക്, ജസ്റ്റ് നമുക്ക് സാധാരണ കോഡിങ്ങില് എത്ര അക്ഷരങ്ങളുടെ ആ എണ്ണത്തിന് നമ്പേഴ്സ് ഉണ്ടാവും അല്ലെ? ആ എണ്ണത്തിന് നമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ അതില്ല. അതില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ വേറെ എന്തോ സംഭവം നടക്കുന്നുണ്ടെന്നാണ് സാർ. ഒന്നെങ്കിൽ എന്ത് ചെയ്യണം? അത് അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവരുടെയൊക്കെ പൊസിഷൻ വാല്യൂസ് നമുക്ക് എടുത്തിട്ട് എങ്ങനെ അത് 73 എത്തിക്കാം എന്ന് നോക്കാം. ഓക്കെ, എങ്ങനെ 73 എത്തിക്കാൻ നോക്കാം. മേ ബി എല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്നതാകാം, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാകാം, എന്തോ ആകാം അതിനകത്ത്. ഓക്കെ, എനിത്തിങ് ആകാം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഇതിന്റെ പൊസിഷൻ വാല്യൂസ് നമുക്ക് നോക്കാം അല്ലെ? പെർഫെക്റ്റ്. പെർഫെക്റ്റ്. 16 ശരി. പി എന്ന് പറഞ്ഞാൽ 16 അല്ലെ? ഇ എന്ന് പറഞ്ഞാൽ 5, ആർ എന്ന് പറഞ്ഞാൽ 18, F6, E5, C3, T20. ഓക്കെ, ആദ്യം നമുക്ക് ഇനിഷ്യലി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 73 വരുന്നുണ്ടോ? ആദ്യം യൂണിറ്റ് ഡിജിറ്റ് 3 വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, യൂണിറ്റ് ഡിജിറ്റ് മാത്രം ചെക്ക് ചെയ്ത് നോക്കാം. 6, 6ഉം 5ഉം 11, 11ഉം 8ഉം 19, 19 6ഉം 25, 25 5, 25 5 30, 30 3 33, അവസാനം 3 വരുന്നുണ്ട് അല്ലെ? ഇവിടെ അവസാനം 3ആണ് വരാം. ബാലൻസ് 3, 3 1 4, 4 1 5, 5 2 7. യെസ്, ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം?
ഓക്കെ, കോമ്പാക്റ്റും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. കോമ്പാക്റ്റും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. C3 ആണ്, O15 ആണ്, M13 ആണ്, C16 ആണ്, A1 ആണ്, C3 ആണ്, T20 ആണ്. ഓക്കെ, പറയാം ലാസ്റ്റ് നമുക്ക്. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ്സ് ഒക്കെ ഡിഫറെന്റ് ആണല്ലേ, യൂണിറ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി, ഫുള്ള് കൂട്ടി നോക്കണ്ട. 3 5 8, 8 3 11, 11 6 15 1 16, 3 5 8, 8 3 20, 8 3 11, 11 6 15 17 ആ 17, 17 1 18, 18 3 21, അവസാനം എങ്കിൽ 1 വന്നാൽ മതി. സോ എങ്കിൽ 1 വരെ ഒറ്റത്തരേ ഉള്ളൂ, ബി 71. ഓക്കെ, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 71 കിട്ടും. ഓക്കെ അല്ലേ, സിമ്പിളി എല്ലാത്തിനും പൊസിഷൻ വാല്യൂ എടുക്കാം, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ ആണോ? ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്, അത് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ, ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതില് ആദ്യം നമുക്കൊരു കാര്യം, ബോട്ട് ആൻഡ് സ്ട്രീം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ബോട്ട് ആൻഡ് സ്ട്രീമിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാവുന്ന ഒരൊറ്റ രീതി, നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യം തന്നെ, വ്യത്യാസമൊന്നുമില്ല. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ചുമ്മാ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നതേ ഉള്ളൂ. സാധാരണ ചെയ്യുന്ന അതേ റൂൾ തന്നെയാണ്, വേറെ വ്യത്യാസവും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം എങ്ങനെയാണ് ബോട്ട് ആൻഡ് സ്ട്രീമിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത്. സിമ്പിൾ എന്ന് പറയാം. ഫസ്റ്റ്, ഇതിനകത്ത് നമ്മൾ പൊതുവെ കണ്ടുവരുന്ന സാധനങ്ങളുണ്ട് അല്ലേ. ഒന്ന് സ്പീഡ് ഓഫ് ബോട്ട് അല്ലേ. ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് എന്ന് പറയുന്നുള്ളൂ, സ്പീഡ് ഓഫ് ബോട്ട്. ഇതിന് നമുക്ക് എക്സ് എന്ന് പറയാമേ, ചുമ്മാ എക്സ് എന്ന് പറയാം. സ്പീഡ് ഓഫ് സ്ട്രീം, ഇതിന് നമുക്ക് വൈ എന്ന് പറയാം. പിന്നെ അപ്സ്ട്രീമിലെ സ്പീഡ് US എന്ന് എടുക്കാം. ഇനി ഡൗൺ സ്ട്രീമിലെ സ്പീഡ്, ഇതിനെ DS എന്ന്. പൊതുവെ നമ്മൾ എന്താണ് ബോട്ട് ആൻഡ് സ്ട്രീമിലെ ക്വസ്റ്റ്യൻസ് ഈ 4 സാധനങ്ങളെയാണ് കാണാറുള്ളത് അല്ലേ. സ്പീഡ് ഓഫ് ബോട്ട് ഉണ്ടാവും, സ്പീഡ് ഓഫ് സ്ട്രീം ഉണ്ടാവും, അപ് സ്ട്രീമിലെ സ്പീഡ് ഉണ്ടാവും, ഡൗൺ സ്ട്രീമിലെ സ്പീഡ് ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് ഞാൻ അതിനെ ഇങ്ങനെ ഒന്ന് വരയ്ക്കുകയാണ്. പുതിയ സാധനമൊന്നുമല്ല, എല്ലാം പഴയതൊക്കെ തന്നെ. ഓക്കെ, ഞാൻ വരയ്ക്കാം. ഇത് അപ് സ്ട്രീം മേളിലുള്ളതുകൊണ്ട് ഇത് അപ് സ്ട്രീമിലെ സ്പീഡാണ്, ഇത് ഡൗൺ സ്ട്രീമിലെ സ്പീഡാണ്. ഓക്കെ, ഇത് നടുക്ക് വരുന്ന ഈ സാധനം എക്സ്, ദാറ്റ് ഈസ് സ്പീഡ് ഓഫ് ബോട്ട്. ഓക്കെ, ഇനി ഇവിടെ ഇടയ്ക്ക് വരുന്ന സാധനം വൈ, ഇതാണ് സ്പീഡ് ഓഫ് സ്ട്രീം. അതായത് നമ്മുടെ ആ സ്ട്രീമിന്റെ ഒഴുക്കുണ്ടല്ലോ, ഒഴുക്കിന്റെ വേഗത. ഇത് സ്റ്റിൽ വാട്ടറിലുള്ള ബോട്ടിന്റെ സ്പീഡ് എന്നോ ബോട്ടിന്റെ സ്പീഡ് എന്നോ ഒക്കെ പറയുന്നത് എക്സ്. അപ്പൊ ഈ ഒരൊറ്റ സാധനം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോട്ട് ആൻഡ് സ്ട്രീമിൽ എല്ലാ ക്വസ്റ്റ്യൻസും, ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാൻ സോൾവ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഒറ്റ സാധനം, ഇത് നിങ്ങൾക്ക് നല്ല തറവാണെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഏതാ അപ്സ്ട്രീമിലെ സ്പീഡ്. ഓക്കെ, അപ്സ്ട്രീമിലെ സ്പീഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒഴുക്കിന് എതിരെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ അപ്സ്ട്രീം അല്ലേ. ഒഴുക്ക് ഇങ്ങോട്ടാണെങ്കിൽ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. രണ്ടും, അതായത് ബോട്ടും സ്ട്രീമും 2 ദിശയിലാണ് ഒഴുകുന്നത്, ഇതാണ് അപ്സ്ട്രീം. ഓക്കെ, അപ്സ്ട്രീമിലെ സ്പീഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ എക്സ് മൈനസ് വൈ ചെയ്താൽ മതി. എക്സ് മൈനസ് വൈ പൊതുവെ ചെയ്യുന്നത് അല്ലേ. എന്താ എന്താണ് സ്പീഡ് ഓഫ് ബോട്ടും സ്പീഡ് ഓഫ് സ്ട്രീമും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അപ്സ്ട്രീമിലെ സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് ഓഫ് ദ സ്ട്രീം, അതായത് ഒഴുകുന്ന സ്ട്രീമിന്റെ വേഗതയും പിന്നെ നമ്മൾ സഞ്ചരിക്കുന്ന ബോട്ടിന്റെ വേഗതയും, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് അപ്സ്ട്രീമിലെ വേഗത എന്ന് പറയുന്നത്. ഇതിനർത്ഥം മതി, നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നീങ്ങുമ്പോൾ, അതായത് സ്ട്രീം അങ്ങോട്ട് ഒഴുകുന്നു, ബോട്ട് ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങനെ പോകുമ്പോൾ നമുക്കുള്ള വേഗത പൊതുവെ കുറവായിരിക്കും. രണ്ട് ദിശയിൽ പോകുമ്പോൾ വേഗത കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ മൈനസ് ചെയ്യുന്നു വിചാരിക്കാം, എക്സ് മൈനസ് വൈ. നമ്മൾ സാധാരണ ചെയ്യുന്ന സാധനമാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ, പുതിയ ഐറ്റമൊന്നുമല്ല, സാധാരണ ചെയ്യുന്ന സാധനമാണ്. പക്ഷെ നമുക്ക് ഈ കൺസെപ്റ്റ് നന്നായിട്ട് അറിയണം. ദെൻ ഇങ്ങനെയാണെങ്കിൽ ഡൗൺ സ്ട്രീമിലെ സ്പീഡ് നമ്മൾ എന്താ ചെയ്യാറുള്ളത്, നമ്മുടെ സ്റ്റിൽ വാട്ടറിലെ ബോട്ടിന്റെ സ്പീഡ് അല്ലെങ്കിൽ ബോട്ടിന്റെ സ്പീഡ് പ്ലസ് വൈ സ്ട്രീമിന്റെ സ്പീഡ്. അതെന്താ, ഒഴുക്കിനൊത്ത് തന്നെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് കുറച്ച് വേഗത കൂടുതലായിരിക്കും അല്ലെ.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഡൗൺ സ്ട്രീമിലെ സ്പീഡ് കണ്ടുപിടിക്കാൻ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അപ്സ്ട്രീമിലെ സ്പീഡ്, നമ്മുടെ ബോട്ടം സ്ട്രീമിൽ ഈ 4 സാധനങ്ങളാണ് പൊതുവെ നമുക്ക് തരാറുള്ളത്. അതിൽ അപ്സ്ട്രീം കണ്ടുപിടിക്കാൻ നമ്മൾ എപ്പോഴും എന്താ ചെയ്യാറുള്ളത്, സ്പീഡിന്റെയും ബോട്ടിന്റെയും സ്ട്രീമിന്റെയും വേഗത നമ്മൾ കുറയ്ക്കും. കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമ്പോൾ വേഗത പൊതുവെ കുറവായിരിക്കും. ഡൗൺ സ്ട്രീമിൽ പോകുമ്പോൾ എന്തായിരിക്കും, അതായത് സ്ട്രീം ഒഴുകുന്ന അതേ ദിശയിൽ തന്നെയാണ് ബോട്ടും പോകുന്നത്. സ്പീഡ് കുറച്ച് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. സോ നമ്മളത് ആഡ് ചെയ്തെടുക്കും. പൊതുവെ നമ്മൾ ചെയ്യാറുള്ളതാണ് അല്ലേ. സോ ഇത് നമുക്കറിയാം. ഓക്കെ, ഇനി ഇതൊരു കേസ് നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. അടുത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന സാധനം ഉണ്ട് ഇതില്. നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇപ്പം അപ്സ്ട്രീമിലെ സ്പീഡും ഡൗൺ സ്ട്രീമിലെ സ്പീഡും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്സ്ട്രീമിലുള്ള സ്പീഡും ഡൗൺ സ്ട്രീമിലുള്ള സ്പീഡും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ബോട്ടിന്റെ സ്പീഡ്, അതായത് എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവയുടെ ആവറേജ് എടുത്താൽ മതി. ഓക്കെ, US പ്ലസ് DS/2 ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ബോട്ടിന്റെ സ്പീഡ് കിട്ടും. ഇതും നമ്മൾ പൊതുവേ ചെയ്യുന്ന കാര്യമാണ് അല്ലെ. ബോട്ടിന്റെ സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്റ്റിൽ വാട്ടറുള്ള ബോട്ടിന്റെ സ്പീഡ്, അല്ലെങ്കിൽ ബോട്ടിന്റെ സ്പീഡ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അപ്സ്ട്രീമിന്റെയും ഡൗൺ സ്ട്രീമിന്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് അത് തരും. ഏതെങ്കിലുമൊക്കെ തന്നില്ലെങ്കിൽ നമുക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അത് തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബോട്ടിന്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആവറേജ് എടുത്താൽ മതി. ഓക്കെ, പിന്നെ ഇതുണ്ട് എക്സും ഉണ്ടെങ്കിൽ വൈ കണ്ടുപിടിക്കാൻ ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ഇതുണ്ട് എക്സ് ഉണ്ട്, ഈ വൈ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഡിഫറൻസ്. ഈ വൈ ഇങ്ങോട്ടാണെങ്കിലും സെയിം ആയിരിക്കും. വൈ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ ബോട്ടിന്റെ സ്ട്രീമിന്റെ സ്പീഡാണ്. ഓക്കെ, ഞാൻ വെറുതെ ജസ്റ്റ് നമുക്കിടെ ബോട്ടം സ്ട്രീമിലെ കൺസെപ്റ്റ് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അഡീഷണൽ ആയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഓക്കെ അല്ലേ. ഓക്കെ, ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടെങ്കിൽ ബോട്ടം സ്ട്രീമിലെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വേണ്ടത് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ 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 ഇവിടെ സെക്കൻഡ് പാർട്ട് എന്ന് ഉദ്ദേശിച്ചാൽ ഇപ്പോൾ എക്സ് കണ്ടുപിടിക്കണം. എക്സ് എന്ന് പറഞ്ഞാൽ ബോട്ടിന്റെ സ്പീഡ്, സ്റ്റിൽ വാട്ടറിലുള്ള ബോട്ടിന്റെ സ്പീഡ്. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, അപ്സ്ട്രീമിലെ സ്പീഡും ഡൗൺ സ്ട്രീമിലെ സ്പീഡും കൂടെ ആഡ് ചെയ്യുക, /2 ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, സ്പോട്ടിന്റെ സ്പീഡ് ഓഫ് ബോട്ട് കിട്ടും. ഓക്കെ, സ്പീഡ് ഓഫ് ബോട്ട് കിട്ടും. ഈ വൈ എന്ന് പറയുന്നത് എന്താണ്, സ്പീഡ് ഓഫ് സ്ട്രീം ആണ് അല്ലേ. അതാണ് നമ്മൾ ഈ വൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ ജസ്റ്റ് ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ അപ്സ്ട്രീമിന്റെ സ്പീഡ് -x ചെയ്യുക, അല്ലെങ്കിൽ ഡൗൺ സ്ട്രീമിലെ സ്പീഡ് -x ചെയ്യുക. പോസിറ്റീവ് നെഗറ്റീവ് സൈൻ അവിടെ കൺസിഡർ ചെയ്യേണ്ട, ജസ്റ്റ് എന്റെ ഡിഫറൻസ്. സൈൻ കൺസിഡർ ചെയ്യേണ്ട, ജസ്റ്റ് എന്റെ ഡിഫറൻസ്. അപ്പം ഇതാണ് നമുക്ക് ബോട്ടം സ്ട്രീമിൽ വേണ്ടത് ബേസിക് ഐഡിയ. ഈ 4 സാധനം എന്താണെന്ന് അറിയാമെങ്കിൽ നമുക്ക് ബോട്ടം സ്ട്രീമിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ ഓക്കെ അല്ലേ. വേറെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല, നമ്മൾ ഈ 4 സാധനങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കണം. സോ ലെറ്റ്സ് ഡു ദ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് ചെയ്യാം. ജസ്റ്റ് പറ്റുമെങ്കിൽ ഇത് വരച്ച് ചെയ്യാൻ നോക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടോ? ഞാൻ പൊതുവെ ഇത് വരയ്ക്കാറാണ് പതിവ്. ഓക്കെ, വരച്ചാൽ കുറച്ചുകൂടെ എളുപ്പമാകാറുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് സീ. A boat takes an hour to cover a certain distance downstream in a river. അതായത് ഈ ഡൗൺസ്ട്രീമില് ഇവരെടുക്കുന്ന ടൈം 1 മണിക്കൂറാണ്. ഏത് സർട്ടൺ ഡിസ്റ്റൻസ് 1 മണിക്കൂറാണ്. ആൻഡ് ഡൗൺസ്ട്രീം ഇനി ഇറ്റ് ടേക്സ് 1.5 hour to cover the same distance upstream. അപ്സ്ട്രീമിലും അവരെടുക്കുന്ന ടൈം പറയുന്നുണ്ട് 1.5 hour ആണ്. ഓക്കെ, 2 കേസിലും എന്താ പറയുന്നത്, അപ്സ്ട്രീം എന്നാണ് എഴുതി വെച്ചേക്കുന്നത്, അപ്സ്ട്രീം വ്യൂ. ഓക്കെ, 2 കേസിലും ഡിസ്റ്റൻസ് സെയിം ആണ്. സോ ലെറ്റ്സ് ടേക്ക് ഇതും ഡിസ്റ്റൻസ് d ആണ്, ഈ ഡിസ്റ്റൻസും d ആണെന്ന് എടുക്കാം. ഓക്കെ, ഇനി അസ്യൂമിങ് ദാറ്റ് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഈസ് സെയിം ഇൻ ബോത്ത് ഡൗൺ സ്ട്രീം ആൻഡ് അപ്സ്ട്രീം. അതായത് ഇവിടുത്തെ ds-ഉം US-ഉം ഈ 2 സാധനങ്ങൾ ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ബോട്ട് ടു ദാറ്റ് ഓഫ് ദ സ്ട്രീം ഇൻ ദ റിവർ. അതായത് നമ്മുടെ x/y, x/y കണ്ടുപിടിക്കാൻ, അത് ഇയാളും തമ്മിലുള്ള എന്താണ്, ഈ എക്സും ഈ വൈയും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദ്യം. ഓക്കെ, റേഷ്യോ ആണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യണം,
ഓക്കെ, ഇതിൽ നിന്ന് എക്സും വൈയും കണ്ടുപിടിക്കണം. നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെയാണ്? ഈ യു എസും ഡി എസും ആണ് തന്നിട്ടുള്ളത്. സി, നമ്മൾ പറഞ്ഞു യു എസും ഡി എസും തന്നിട്ടുള്ള കേസിൽ, ഇത് അപ്സ്ട്രീമിന്റെ സ്പീഡും ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ് തന്നിട്ടുള്ള കേസിൽ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവ രണ്ടിനെ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2 ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഇവിടെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കണം അല്ലേ? ഡി എസും യു എസും. സി, നമുക്കറിയാം സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ജസ്റ്റ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി എസിന്റെ കേസിൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് ഡി ആണ്, ടൈം 1 അവർ ആണ് അല്ലേ? അപ്സ്ട്രീമിന്റെ കേസിൽ സ്പീഡ് യു എസ് എന്നുള്ള സ്പീഡ് എന്താണ്? ഡിസ്റ്റൻസ് ഡി ആണ്, ആൻഡ് ടൈം 1.5 അവർ ആണ്. ഈ 1.5 അവറിനെ ഞാനൊന്ന് ഇംപ്രോപ്പർ ആക്കാണ്. 1 into 2 2 plus 1 3/2. ഓക്കെ, ഇതിന് ഞാൻ 3/2 എന്ന് എഴുതുക. അപ്പം അതെങ്ങനെയായി മാറി? 2D/3. ഇത് റെസിപ്രോക്കൽ ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡി എസും കിട്ടി, യു എസും കിട്ടി. ഇനി എക്സ് കണ്ടുപിടിച്ചൂടെ? നമ്മുടെ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യു എസ് പ്ലസ് ഡി എസ് ബൈ 2 ആണ്. യു എസ് എന്താണ്? 2D/3 പ്ലസ് ഡി, ദാറ്റ് ഈസ് ഇക്വൽ ടു 2D പ്ലസ് 3D/3 ഇസ് ഇക്വൽ ടു 5D/3 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ 5D/3 ആണെന്ന് കിട്ടി. ഇനി അടുത്ത വൈ കണ്ടുപിടിക്കണം. നമ്മൾ പറഞ്ഞു വൈ കണ്ടുപിടിക്കണം എന്ത് ചെയ്താൽ മതി? ഒന്നെങ്കിൽ യു എസും എക്സും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ വൈ കിട്ടും, അല്ലെങ്കിൽ ഡി എസും എക്സും തമ്മിലുള്ള ഡിഫറൻസ് ചെയ്യാൻ വൈ കിട്ടും. ഏതെങ്കിലും ഒരു കേസ് എടുക്കാം, ഡിഫറൻസ് ചെയ്യാം, വൈ കിട്ടും. ഇവിടെ സിംപ്ലി ഈ ഡി ഉള്ള മാത്രമേ ഞാൻ ഡി എസിന്റെ കേസ് എടുക്കാം, എന്നിട്ട് വൈ കണ്ടുപിടിക്കാം. അപ്പം ഇവിടെ എനിക്ക് വൈ കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു? വൈ ഇസ് ഈക്വൽ ടു ഡി എസിന്റെ വാല്യൂ എന്താ? ഡി അല്ലേ? ഡി മൈനസ് എക്സിന്റെ വാല്യൂ 5D/3. 5D/3. Wait. ഈ കാൽക്കുലേഷൻ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കിയേ. കാൽക്കുലേഷൻ പ്രശ്നമുണ്ടല്ലേ? യെസ്, ഒരു /2 കൂടെ ഉണ്ട്. അതാണ്, ഒരു /2 കൂടെ ഉണ്ട്. ഇപ്പൊ എന്തായി? 2D പ്ലസ് 3D/3 the whole divided by 2. That is equal to 5D/3 into 1/2. അത് നമുക്ക് എങ്ങനെ എഴുതാം? 5D/6. ഓക്കെ, എക്സ് 5D/6 എന്ന് വരും. ശരി, വൈ എന്നാണ് 5D/6. ഒന്നെങ്കിൽ ഞാൻ ഇവിടെ ചെയ്യുന്നത് ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ് മൈനസ് എക്സ് ആണ് ചെയ്യുന്നത് കേട്ടോ. അത് ഡി മൈനസ് 5D/6. ഇത് ചെയ്യുമ്പോൾ എന്തായി? 6D മൈനസ് 5D. തിരിച്ചു എഴുതാൻ കുഴപ്പമില്ല, അവിടെ എന്ത് ചെയ്യണ്ട? സൈൻ നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട. തിരിച്ചു എഴുതാൻ കുഴപ്പമൊന്നുമില്ല. തിരിച്ച് മീൻസ് 5D/6 മൈനസ് ഡി എന്ന് എഴുതാം, കുഴപ്പമൊന്നുമില്ല. ബട്ട് സൈൻ കൺസിഡർ ചെയ്യേണ്ടെന്നുള്ളൂ. ഇത് D/6 എന്ന് വരും. അപ്പോൾ y D/6, എക്സ് 5D/6. അപ്പം x/y എന്നാണ് എന്തായിരിക്കും? 5D/6 all divided by D/6. That is equal to 5D/6 into 6/d. വെട്ടി. That is equal to 5/1. That is equal to 5. ഓക്കെ, എടാ അത് ഇവിടെ ഡൗൺ സ്ട്രീമിന്റെ കേസിൽ ടൈം 1 അവർ അല്ലേ? ഓക്കെ, ഇവിടെ സ്പീഡ് ഇസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ നമ്മുടെ ഡിസ്റ്റൻസ് ഡി ആണ്, ടൈം 1 ആണ്. D/1 എന്ന് പറഞ്ഞാൽ ഡി തന്നെയല്ലേ? ഓക്കെ, അതങ്ങനെ. ഓക്കെ അല്ലേ? ഇത് മനസ്സിലായോ? ഓക്കെ, ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഓട്ടോമാറ്റിക്കലി എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. പറയടാ. സോ ഡൗട്ട്സ് ഉള്ളവർ മാത്രം നിൽക്കാം, ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യാം.
ഡൗട്ട്സ് മാത്രമുള്ളത് നിൽക്കാം, ബാക്കിയുള്ള ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ. So speed and d distance. നമുക്ക് ഒന്നുകൂടെ ഇത് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. നോ ഇഷ്യൂസ്. ഓക്കെ. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചിടാണ് കേട്ടോ. എനിക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വേണമെങ്കിൽ ഈ സാധനം. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ പറയാം. ഇവിടെ ഡൗൺ സ്ട്രീമിലെ കേസും പറയുന്നുണ്ട്, അപ് സ്ട്രീമിലെ കേസും പറയുന്നുണ്ട്. ഓക്കെ, പറയുന്നുണ്ട്. ഇവിടെ ആദ്യം ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഗിവൺ ആയിട്ടുണ്ട് അതാണ് നമ്മൾ ആദ്യം നോട്ട് ചെയ്യുന്നത്. ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ആദ്യം നോട്ട് ചെയ്യാം. ഗിവൺ ഇവിടെ പറയുന്നുണ്ട്, എ ബോട്ട് ടേക്സ് ആൻ അവർ ടു കവർ എ സർട്ടൻ ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീം. ഡൗൺ സ്ട്രീമിൽ എടുക്കുന്ന സമയം 1 മണിക്കൂർ. ഓക്കെ. ദെൻ ഇറ്റ് ടേക്സ് 1.5 അവർ ടു കവർ ദി അപ്സ്ട്രീം. അപ്സ്ട്രീം എന്താണ്? അപ്സ്ട്രീം കവർ ചെയ്യാൻ എടുക്കുന്ന സമയം 1.5 മണിക്കൂർ. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 3/2 അവേഴ്സ് എന്ന് എഴുതാം. ജസ്റ്റ് ഒന്ന് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയതാ കേട്ടോ, 3/2. ഇനി ഇവിടെ പറയുന്നുണ്ട് സെയിം ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെന്ന്. സോ ഇവിടുത്തെ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഡി എന്നും ഇവിടുത്തെ ഡിസ്റ്റൻസിനെയും ഡി എന്ന് എടുക്കാം. ഓക്കെ, രണ്ട് അടുത്തും ഡിസ്റ്റൻസ് ഡിയും ഡിയും. ഓക്കെ. ഇനി അസ്യൂമിങ് ദാറ്റ് സ്പീഡ് ഓഫ് ദ ബോട്ട് ഈസ് സെയിം ഇൻ ബോത്ത് ദ ഡൗൺ സ്ട്രീം ആൻഡ് അപ് സ്ട്രീം. അതായത് ഈ രണ്ട് കേസിലും ബോട്ടിന്റെ സ്പീഡ് സെയിം ആണ്. ബോട്ടിന്റെ സ്പീഡ് സെയിം ആണ്. സോ ഇവിടുത്തെ ബോട്ടിന്റെ സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാം? ഡൗൺ സ്ട്രീമിലെ സ്പീഡും അപ് സ്ട്രീമിലുള്ള ബോട്ടിന്റെ സ്പീഡും സെയിം ആണ്. സോ ഇത് രണ്ടും ഇവിടെ ഈക്വൽ ആണ്. നമ്മുടെ യു എസ് ഈക്വൽ ടു യു എസ് ആണ്. ഈ രണ്ട് സാധനങ്ങൾ ഇവിടെ ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. ആ രണ്ടിടത്ത് പോയിന്റുള്ള സ്പീഡ് ഈക്വൽ ആണ്. ഓക്കെ, ഈക്വൽ ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കേണ്ടത് സ്പീഡ് ഓഫ് ദ ബോട്ടിന്റെയും സ്പീഡ് ഓഫ് ദ സ്ട്രീമിന്റെയും റേഷ്യോ ആണ്. അതായത് നമ്മുടെ ഇതനുസരിച്ച് x/y ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മൾ പറഞ്ഞായിരുന്നു. അതിനു മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ സ്പീഡുകൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഇത്രയും സാധനങ്ങൾ ഗിവൺ ആണല്ലോ, ഇത്രയും തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി സ്പീഡ് ഇവിടെ നമ്മൾ സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. നമുക്ക് സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഡി എസ്, അതായത് ഡൗൺ സ്ട്രീമിലെ സ്പീഡ് എന്ന് പറയുന്നത്, പൊതുവെ നമ്മൾ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ? സ്പീഡ് ഇസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലെ? ഇവിടെ അതുപോലെ തന്നെയാണ്. സ്പീഡ് ഇസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ എത്ര? ഡൗൺ സ്ട്രീമിന്റെ കേസ് മാത്രമാണ് ഡിസ്റ്റൻസ് ഡി ആണ് അല്ലെ? ഡി ബൈ ടൈം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണ്. ഇറ്റ് ഈസ് 1. സോ ഡി ബൈ 1ന് നമുക്ക് ഡി തന്നെ എടുക്കാം. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഡി എസ്, അതായത് ഡൗൺ സ്ട്രീമിലെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡി തന്നെയാണ്. ഡൗൺ സ്ട്രീമിലെ സ്പീഡ് ഡി ആണ് എന്ന് കിട്ടി. ആൻഡ് ഇൻ അപ്സ്ട്രീം, അപ്സ്ട്രീമിലും അഗെയിൻ സെയിം ഇക്വേഷൻ, എസ് ഇസ് ഈക്വൽ ടു ഡി ബൈ ടി. യെസ്, മാറ്റം. അപ്സ്ട്രീമിന്റെ കേസിലാണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം തന്നെ ചെയ്യണം അല്ലെ? അപ്സ്ട്രീമിലെ ഡിസ്റ്റൻസ് എന്താണ്? രണ്ട് കേസാണ്, ഡി ആണ് അല്ലെ? നമ്മൾ രണ്ടിടത്തും ഡി എന്തുകൊണ്ട് എടുക്കുന്നു? ക്വസ്റ്റിൽ പറയുന്നുണ്ട് രണ്ടിടത്തെയും ഡിസ്റ്റൻസ് സെയിം ആണ്. സോ ഡി തന്നെ എടുക്കാം. ഡി ആണ് ഡിവൈഡ് ബൈ, ഇവിടെ അപ്സ്ട്രീമിലെ അവർ 1.5 മണിക്കൂറാന്ന് പറയുന്നുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺവേർട്ട് ചെയ്ത് മാറ്റി 3/2 എന്നാക്കി അല്ലേ? സോ ദാറ്റ് ഈസ് 3/2. ഇതിനെ എന്ത് ചെയ്യണം? ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യുമ്പോൾ താഴെടുക്കുന്ന ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ഇതെന്താവും? ഇസ് ഈക്വൽ ടു 2d/3 എന്ന് വരും. ഓക്കെ, അതായത് ഇവിടെ ഡൗൺ സ്ട്രീമിലെ സ്പീഡിനെ ഡി എന്നും അപ്സ്ട്രീമിലെ സ്പീഡ് എന്തായി? 2d/3 ആയി. ഇത്ര ഓക്കെ അല്ലേ? ഇത് ഇത്രയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഈ ഡി എസിന്റെയും യു എസിന്റെയും വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചു. സിംപ്ലി നമ്മൾ ഉപയോഗിക്കുന്ന സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഇട്ടിട്ട് വിത്ത് ദ ഗിവൺ ഇൻഫോർമേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് അപ്സ്ട്രീമിലെ സ്പീഡ് 2d/3 എന്നും ഡൗൺ സ്ട്രീമിലെ സ്പീഡ് ഡി എന്നും കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനി ഇത്ര ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് സ്പീഡ് ഓഫ് ബോട്ടും സ്ട്രീമും കണ്ടുപിടിക്കണം. ഇവിടെ ഇതാണല്ലേ സ്പീഡ് ഓഫ് ബോട്ട്?
എക്സ് ഈസ് ടു സ്ട്രീമിന്റെ സ്പീഡാണ് നമ്മുടെ ഈ വൈ അല്ലേ, വൈ. ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ പറഞ്ഞു ഈ നടുക്കിടക്കുന്ന ആള്, നടുക്കിടക്കുന്നതിന്റെ വാല്യൂ എപ്പോഴും കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇയാളുടെയും ഇവർ രണ്ടിന്റെ ആവറേജ് എടുത്താൽ മതി. അതായത് ഈ നടുക്കിടക്കുന്ന ബോട്ടിന്റെ സ്പീഡ് എക്സ് കണ്ടുപിടിക്കാൻ അപ്സ്ട്രീമിലെ സ്പീഡ് പ്ലസ് ഡൗൺ സ്ട്രീമിലെ സ്പീഡ് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ജസ്റ്റ് അതൊന്ന് ചെയ്യാം. സ്പീഡ് ഓഫ് ദ ബോട്ട് എക്സ് ഇസ് ഈക്വൽ ടു യു എസ് എന്ന് നമുക്ക് കിട്ടിയ 2D/3 അല്ലേ, 2D/3 പ്ലസ് ഡി എസ് ഡി ആണ്, ഓൾ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ആ ന്യൂമറേറ്റർ മാത്രം ചെയ്യുമ്പോൾ 2D പ്ലസ് 3D/3 the whole divided by 2. That is equal to 5D/3 the whole divided by 2. ഇത് 2/1 ആയിരിക്കും. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, 5D/3 into 1/2. That is equal to 5D/6 എന്ന് വരും. ഓക്കെ, 5D/6. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ എന്തെന്ന് കിട്ടി, 5D/6 എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി, ഇനി വൈന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എടാ ഈ വൈ ഇതിന്റെ ഇടയിലല്ലേ കിടക്കുന്നത്, ഇവിടെയും ഒരു വൈ കിടപ്പുണ്ട്. ആ രണ്ട് വൈ സെയിം വാല്യൂ തന്നെയാണ്. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ യു എസിന്റെയും എക്സിന്റെയും വാല്യൂ തമ്മിൽ ഡിഫറൻസ് എടുത്താൽ യു എസ് മൈനസ് എക്സ് ചെയ്താൽ വൈ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഡി എസ് മൈനസ് എക്സ് ചെയ്താലും വൈ കിട്ടും. ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഏതെങ്കിലും ഒന്ന് വെച്ച് ചെയ്താൽ മതി. ഒന്നെങ്കിൽ അപ്സ്ട്രീമിന്റെ സ്പീഡിൽ നിന്നും ബോട്ടിന്റെ സ്പീഡ് കുറയ്ക്കാം, അല്ലെങ്കിൽ ഡൗൺ സ്ട്രീമിന്റെ സ്പീഡിൽ നിന്നും ബോട്ടിന്റെ സ്പീഡ് കുറയ്ക്കാം. രണ്ടാലൊന്നും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വൈയുടെ വാല്യൂ കിട്ടും. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഡൗൺ സ്ട്രീമിലെ സ്പീഡ് ഡി ആണ് നമുക്ക് കിട്ടിയത് അല്ലേ, ഇത് 2D/3, ഇത് 5D/6. ഫൈൻഡ് പിടിക്കാൻ എളുപ്പം ഈ ഡീനെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഡി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം, ഡി എസ് ഡൗൺ സ്ട്രീമിലെ സ്പീഡ് മൈനസ് എക്സ്. ഓക്കെ, ഇത്ര ഒന്നും ചെയ്യേണ്ട, മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് വാല്യൂ ഇട്ട് ജസ്റ്റ് ചുമ്മാ ചെയ്ത് നോക്കിയാലും മതിയാവും. ഓക്കെ, ഇന്ന് സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. സ്റ്റെപ്പുകളുടെ ആവശ്യം ഇത്ര എഴുതേണ്ടൊന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതെന്താ, ഡി മൈനസ് 5D/6. ഇതെങ്ങനായി, 6D മൈനസ് 5D/6 ഇസ് ഈക്വൽ ടു 5 6 5 1 D/6. ഓക്കെ, അപ്പോൾ നമ്മുടെ വൈയുടെ വാല്യൂ എന്തെന്ന് കിട്ടി, D/6. ഇതെന്തായി, D/6. ഇതെന്തായി, D/6. ഓക്കെ, ഇനി ചോദ്യം എന്താ, ഇവർ തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാനാണ് അല്ലേ. ഇവർ തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, എക്സ് ഈസ് ടു വൈ എന്ന് പറഞ്ഞാൽ x/y എന്ന് എഴുതാലോ. അതിനെ നമുക്ക് 5D/6 D/6 ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബൈ ഇത് പോവും. എക്സ് എന്തുണ്ട്, 5/1. That is equal to 5:1. ഓക്കെ, ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, ഇത്ര സ്റ്റെപ്പിന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാക്കാൻ പറ്റും. ഓക്കെ അല്ലേ. അത് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. ഇഫ് യു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പീഡിൽ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും സ്റ്റെപ്പ് ഒന്നും എനിക്ക് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ ആണോ? ഓക്കെ ആണോടാ? ആരാണ് ഡൗട്ട് ചോദിച്ചത്? ഓക്കെ ഓക്കെ ആണ്. സോ ഷാൽ വൈൻഡ് അപ്പ് കേട്ടോ. ഒന്ന് ജസ്റ്റ് നമുക്ക് ആ കാര്യം എന്താണെന്ന് അറിയാമെങ്കിൽ ഏത് ദിവസം ചെയ്യാൻ നോക്കാം കേട്ടോ. നമുക്ക് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ജസ്റ്റ് കൂടുതലൊന്നും ചെയ്ത് പഠിക്കാം. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഓക്കെ, അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്.